അടുത്തൊരു പ്രോഗ്രാമിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു ചെറിയ അറിയിപ്പുണ്ട്. ഒരു മൊബൈല് കളഞ്ഞു പോയിട്ടുണ്ട്. നോക്കിയുടെ ചെറിയൊരു സെറ്റാണ്. അത് ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ബാക്ക് സ്റ്റേജിൽ ഏൽപ്പിക്കണം. ഇന്നത്തെ കാലത്ത് ഒരു മൊബൈൽ കളഞ്ഞു പോകാന്ന് പറയുന്നത് അത്ര വലിയ കാര്യമൊന്നുമല്ല. എന്നാലും നമുക്ക് അത്യാവശ്യം വേണ്ട ചില നമ്പറുകൾ ഉണ്ടാവും. അതാണ് പ്രശ്നം. അപ്പൊ അത് ആർക്കെങ്കിലും അത് കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്താണോ മൈക്ക് ചെക്ക് ചെയ്താണ്. മൈക്ക് ചെക്ക് ചെയ്താണോ? ഇത് മതി എന്ന് പറയുന്നത് അല്ലെന്ന് ഞാനിത് മൈക്ക് ചെക്ക് ചെയ്താണ്. ഇത് മതി. അത് ശരി. ആരാ? ഞാൻ ഇവിടെ പരിപാടിക്ക് വന്നതോ? മിമിക്രി ചെയ്യാൻ വേണ്ടി വന്നാണല്ലോ. ഇവിടെ ഞാന് അല്ലല്ല, ഇവിടെ വേറെ പ്രോഗ്രാം നടക്കുന്നുണ്ട്. അല്ല ശരിക്കും ഞാനല്ല ഇവിടെ ഞാൻ വരണ്ടേ. അല്ല ഞാനല്ല, ഞാൻ ഇന്ന ഞാനാക്കി ഞാനല്ല, ഞാൻ ഇവിടുത്തെ ഞാനല്ല എന്തെത്താണ്ടോ പറയുന്നത്? ഞാനല്ല ഇവിടെ വരണ്ടേ. ഇന്ന മിമിക്രി ഇന്ന ഞാനാക്കി എന്റെ ഗുരു ഇവിടെ വന്നിക്കണേ. നിന്റെ ഗുരു ഓനാണ് ഇവിടെ വരണത്. ശരി, അപ്പൊ ഇയല്ല വരണ്ടത്. ഞാനല്ല. ഓൻ ഇവിടെ അടിച്ചുപോലെ ഒരു പാട്ട് വെച്ചെടുത്ത ഓൻ ഇവിടെ വരും. ഒരു പാട്ട് വെച്ചു കൊടുക്കും. ഒരു അടിപൊളി പാട്ട് വെച്ചു കൊടുക്കും. എന്നാലും വരും. ഇവിടെ ചങ്ങായിടാ കമ്പനിക്കാരാ. കരയോളം സ്നേഹം തമ്മിൽ പകർന്നിട്ട് കാതൽ നീ തന്നെ എന്നും ഉറച്ചിട്ട് അതിവേഗം ചേരും നീ എൻ ചാരത്ത്. നെഞ്ഞൊന്തി പോണ്ട. ആരാണ്? മിമിക്രിയിൽ എന്റെ ഗുരുവാണല്ലേ? പറഞ്ഞാല് ചെറുപ്പം മുതലുള്ള ബന്ധാണ് ഞാൻ ഇവനായിട്ട്. ഇവൻ പറഞ്ഞാല് ഇവൻ ചെറുപ്പത്തിൽ ഇവൻ ചെറിയ കുട്ടിയാണ്. ഞാൻ പറയും ചെറുപ്പത്തിൽ ചെറിയ കുട്ടിയായിരിക്കല്ലോ. ഇവന്റെ അടുത്ത കമ്പനിക്കാരൻ ചെറുപ്പം മുതൽ ഇവന്റെ വീട് എന്റെ വീടല്ല, എന്റെ വീട് ഇവൻ കിടന്നുറങ്ങണ എന്റെ പായല് ഞാൻ പാത്രത്തിൽ ചോറിനിട്ട് അങ്ങനത്തെ ബന്ധാണ് ഞാൻ. പേരെന്താ? എടാ ഞാൻ പറയടാ. അത് ഞാൻ പറയട്ടെ. എന്താ പേരെന്താ? ബെന്റിയോ? എന്റെ പേരെന്തേനാടാ? എന്റെ പേരെന്തേനു? എല്ലാ കുട്ടിയാണല്ലോ ആളെ വിളിച്ച ഇൻസൾട്ടർ ആക്കുക. അവിടെ കുട്ടികളൊന്ന് ഇൻസൾട്ടർ ആക്കണെങ്കി ഇതിന്റെ ആളാണ്. മിമിക്രിന്റെ ടോപ്പ്. അത് ശരി. ഇഷ്ടംപോലെ ഒരളുണ്ടാക്കുന്ന ആളല്ലേ? ഒരലല്ല, ഒലക്ക ഉണ്ടാക്കുവോ? ചെങ്ങായി നമ്മള് കൊരലും കൂറ്റെല്ലാം എടുക്കൂലേ? കൂറ്റൊക്കെ എടുക്കൂലേ? കൊരലും കൂറ്റോ? എന്താ മിമിക്രിന്റെ പറയില്ലേ? വോയിസിനാ പറയുന്നത്. നമ്മളവര് യോപ്രോട്ടീൻ നമ്മളെ ഉൾനാടാണല്ലോ. ഉൾനാട് ലോക്കൽസ് ആണ്ടാ. സിറ്റി ഏരിയയിലേക്ക് വരും. സിറ്റി ഏരിയ. ഓ അത് ശരി. ഇയാളെ സൗണ്ട് ഉണ്ടാക്കും. മറ്റേ അടയ്ക്കാന്ന് പീടിയന്റെ അയാളെ പേരെന്താ? വയസ്സായിട്ട് ഒരാളില്ലേ? കഷന്റെ അല്ലു അർജുൻ അല്ലടാ. മറ്റേ മൂപ്പർ ഇങ്ങനൊക്കെ പറയും. അവരുമായിട്ട് സംസാരിക്കണം. ചില്ലറ കാര്യല്ലടാ. വളരെ നന്നായിട്ടുണ്ട് കേട്ടോ. ഞാനാണ് കറക്റ്റ് ഉണ്ടാക്കല്. ഞാനാണ് ഇന്ന കൂട്ടിക്കൊണ്ടോ നിക്ക് വലിയ ആളെ മെയിൻ ആവുകയാണെങ്കിൽ ഒക്കൊട്ടിയെ ബന്ധം എടുക്കുമ്പോ ഞാൻ അത് പറയാന്നാല് മുരളീന്റെ കുരലെടുക്കും. പിന്നെ അനൗൺസ് ചെയ്യുമ്പോ ഞാൻ മുരളിന്റെ കുരലെടുക്കും, ശബ്ദം എടുക്കും. ഞാൻ അത് പറയാന്നാല് മുരളീന്റെ അത് നിങ്ങളെ ശബ്ദത്തിൽ അനൗൺസ് ചെയ്യുമ്പോ. പ്രിയമുള്ളവരെ, മലയാള സിനിമയ്ക്ക് ഒട്ടനവധി കരുത്തുറ്റ കഥാപാത്രങ്ങളെ സംഭാവന ചെയ്ത ഒരു മഹാനടനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അത് മറ്റാരുമല്ല, ഭരത് മുരളി. ചെമ്പക്കുളം തച്ചൻ, അമരം തുടങ്ങിയ സിനിമകളിലൂടെ മലയാളി മനസ്സിലേക്ക് ചേക്കേറിയ മലയാളത്തിന്റെ സ്വന്തം അഭിനയ ചക്രവർത്തി എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരേ ഒരു നടൻ ഭരത് മുരളി. ഒരു നിലച്ചിരിക്കാത്ത പകലിൽ നമ്മെ വിട്ടുപിരിഞ്ഞു പോയ മലയാളത്തിന്റെ സ്വന്തം അഭിനയ ചക്രവർത്തി ഭരത് മുരളി. മുരളിയെ കുറിച്ച് പറയുക. വർക്ക് ചെയ്യാൻ സമ്മതിക്കൂല. ഇവിടെ ഇന്ന് ഉയരത്തിക്ക് സമ്മതിക്കാതെ ഇന്ന ഫീൽഡിൽ നിന്ന് ഔട്ടാക്കലാക്കി. ഈ ഒരു വർക്ക് എന്താ ഈ സമ്മതിക്കാത്ത? ഇവനറിയോ? ഇപ്പൊ നമ്മളെ പെരയില് മീൻ പൊരിച്ചതിനെ മണം വരുമ്പോ നമ്മളെ പെരലേ പാഞ്ഞു വരുന്ന രണ്ടൈല പൊരിച്ചൊക്കെ മിണിക്കാഞ്ഞ എന്റെ പെരല് എന്നിട്ട് നമ്മളെ ബാപ്പൊക്കെ വെച്ച രണ്ട് പിന്നാളെ കഞ്ഞാളെ കഷ്ട കള്ളനാണ് പേ. എന്നിട്ട് ഇപ്പൊ വന്നു കഴിഞ്ഞാല് ഇപ്പൊ കട്ടിലിന്റെ ഉള്ളിൽ ഞാൻ നിലത്താണ് കിടക്കുക. മൂത്രമൊഴിച്ചാലോ? പറയരുത് ഇട്ടോ എടാ. അല്ല ഗുരു, പിന്നെ
മലയാള സിനിമയിലെ ആദ്യത്തെ ആക്ഷൻ സൂപ്പർ സ്റ്റാർ ആരാ? ജയൻ. ജയൻ. അദ്ദേഹത്തെ ഇമിറ്റേറ്റ് ചെയ്തുകൊണ്ട് 2 താരം കൂടി മലയാള സിനിമയിലെത്തി. ഇത് ആ 2 താരത്തിനോട്, അത് ഒന്ന് ഭീമൻ രഘു, ഒന്ന് ജഗദീഷ് സാറ്. അപ്പൊ ഇവർ രണ്ടുപേരോടും ഞാൻ പറഞ്ഞു, ജയനെ ഇമിറ്റേറ്റ് ചെയ്തുകൊണ്ടാണ് നിങ്ങൾ രണ്ടുപേരും സിനിമയിലെത്തിയെന്ന് പറഞ്ഞപ്പോൾ അവര് തർക്കിച്ചു. ഇല്ല, ഒരിക്കലും ഇല്ല എന്ന് പറഞ്ഞു. ഞാനത് പ്രൂവ് ചെയ്ത് കൊടുത്തു. അത് ഇപ്രകാരമാണ്. ആദ്യം ജയന്റെ സംഭാഷണത്തിലേക്ക് കിടക്കാം, അതിനുശേഷം ആക്ഷൻ. ഞാൻ കാണിക്കുന്നത് ആക്ഷനാണ്. ആദ്യം ജയന്റെ സംഭാഷണം. അവിടെ നിൽക്കും. പുള്ളി ഇമിറ്റേറ്റ് ചെയ്യാൻ വളരെ ഈസിയാണ്. ചൂയിങ് എടുത്താൽ നന്നായിട്ട് ചവയ്ക്കുക. അപ്പൊ കറക്റ്റ് ജയനായി. വീട്ടിൽ പോടാ, എടാ വീട്ടിൽ പോകാൻ. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചവച്ച് തുപ്പിയാൽ മതി. ഇനി ഭീമൻ രഘുവിന്റെ ശബ്ദം. വരണം മിസ്റ്റർ ഇന്ത്യയുടൻ. ഈ പരപൂമനെ പണ്ട് പാലക്കാട് വിക്ടോറിയ കോളേജ് മുതല് കണ്ണൂർ കോട്ട മൈതാനം വരെ പട്ടിയെ തള്ളുന്നമാര് തള്ളിയതാ. കുറെ കാലമായടാ കൈയും കാലൊക്കെ നടക്കിയിട്ട്. ഇത്രയും പറയും. ലാലേട്ടന്റെ എന്നൊക്കെ വേഷടിയുമായിരിക്കും പോകും. ഇതാണ് എല്ലാ സിനിമകളിലും. ഇനി ജഗദീഷ് ഏട്ടൻ. ചേട്ടൻ കാര്യമായിട്ട് പറഞ്ഞതാണോ എനിക്കിട്ടൊന്ന് താങ്ങിയതാണോ? നിങ്ങൾക്കറിയില്ലല്ലോ. കാക്ക തൂര്യങ്ങൾ തോന്നുന്നു, സ്മെല്ലിനെ. ഇത് പോകും. ഇനി ഞാൻ കാണിക്കാൻ പോകുന്ന ആക്ഷനാണ്. ആദ്യം ജയൻ, അല്പം കൂടെ സ്പീഡ് ഭീമൻ രഘു, കുറച്ചുകൂടി സ്പീഡ് ജഗദീഷ്. ഇത് കാണിച്ചപ്പോ പുള്ളിക്കാരൻ പറഞ്ഞു അല്ലാന്ന് പറഞ്ഞു. കാണിച്ചു കഴിഞ്ഞപ്പോ പുള്ളിയും പറഞ്ഞു നീ പുറത്ത് ആരോടും പറയണ്ട, അത് സത്യം തന്നെയാണ്. ഞാൻ കാണിക്കാം. ആദ്യം ജയൻ, അല്പം കൂടെ സ്പീഡ് ഭീമൻ രഘു, കുറച്ചുകൂടെ സ്പീഡ് ജഗദീഷ്. റെഡി? കുട്ടികൾക്ക് വളരെ പ്രിയങ്കരനായ ആ മജീഷ്യൻ മുരുകാടിന്റെ ശബ്ദം നമുക്കൊന്ന് കേൾക്കാം. വിഷ്ണു, മാജിക് എന്ന് പറയുന്നത് ഒരു ജാലവിദ്യയാണ്. റൈറ്റ്? വിഷ്ണു അങ്കിളിന്റെ കൈകളിലേക്ക് നോക്കുക. അങ്കിളിന്റെ കയ്യിൽ 10 രൂപ പോലുമില്ല. റൈറ്റ്? വേണിച്ചേട്ടന്റെ പോക്കറ്റിൽ ഒരു 10 രൂപ. ഇത് അങ്കിൾ വന്നപ്പോഴേ നോട്ടമിട്ടിരുന്നു. വിഷ്ണുവിന്റെ പോക്കറ്റിൽ ഒരു 100 രൂപയുമുണ്ട്. ഇതും അങ്കിൾ നോട്ടമിട്ടിരുന്നു. ഇനിയാണെങ്കിൽ മാജിക് കാണിക്കാൻ പോകുന്നത്. അങ്കിൾ 1, 2 തുടങ്ങി 10 വരെ എണ്ണുമ്പോഴേക്കും ഈ 2 നോട്ടും അടിച്ചു മാറ്റി അങ്കിളിന്റെ കീശയിലാക്കിയിരിക്കും. എന്നിട്ട് ഈ ഫ്ലോർ വിട്ട് ഓടിപ്പോയി പുട്ടും മുട്ടയും കഴിക്കും. ദിസ് ഇസ് മാജിക്. മാജിക് എന്ന് പറഞ്ഞാൽ ഒരു അടിച്ചു മാറ്റി പ്രക്രിയയാണ്. താങ്ക് യു. പ്രേമൻ തിരുവനന്തപുരത്തുകാരനാണ്. അദ്ദേഹത്തിന് വേറൊരു ശൈലിയാണ്. ഏത് ഡയലോഗ് പറഞ്ഞാലും താല്പര്യമില്ലാത്ത രീതിയിലായിരിക്കും ഡയലോഗ് ഡെലിവറി. ഇപ്പൊ ലൊക്കേഷനിലൊക്കെ വെച്ചിട്ട് ചേട്ടാ ഇന്ന് നല്ല ബിരിയാണി ഉണ്ട്, നിങ്ങൾക്ക് 10 ലക്ഷം ലോട്ടറി അടിച്ചെന്ന് കേട്ടല്ലോ. അങ്ങനെ താല്പര്യമില്ലാത്ത രീതിയിൽ ഡയലോഗ് പറഞ്ഞാൽ കറക്റ്റ് പ്രേമൻ ചേട്ടനാവും. പക്ഷേ ആ വണ്ടി കൊണ്ടുള്ള ഏർപ്പാട് അത്ര ശരിയായില്ല കേട്ടോ. വണ്ടി കൊണ്ട് സൂക്ഷിക്കുക എന്ന ബോർഡ് വയ്ക്കുന്ന പോലെ ഇവിടെ കൊണ്ടുമറിക്കുന്ന കുട്ടികളുണ്ട് എന്ന് കൂടി എഴുതി വയ്ക്കുന്നത് വളരെ നന്നായിരിക്കും. എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് ബിന്ദു പണിക്കർ. റെഡി? ഏതാ അശോകം, എനിക്ക് നിന്നോട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. പണ്ട് ഞാൻ കോളേജിൽ പഠിക്കുമ്പോ എനിക്കായിരുന്നു ക്ലാസ്സിൽ ഫസ്റ്റ്. പക്ഷെ റിസൾട്ട് വന്നപ്പോ ഞാൻ തോറ്റു. അതിന് അവറ്റ എന്നോട് സ്നേഹമില്ലല്ലോ. താങ്ക് യു. പ്രകാശ് രാജ്. எனக்கு யாரு பண்ற இந்த திருப்பிச்ச போட்டோ பத்தி பொட்டுங்க. ஒரு கம்ப்யூட்டர் பண்ண கையில வச்சு எனக்கு எக்கோடமாடா இதோட கூட தோணப்போ குடும்பத்தின் அத்தனை அடிக்கிற சாவு பண்ணி உடனே தப்பிச்சுக்கடா. செல்லோ ശ്രീ ജനാർദ്ദന വില്ലൻ കഥാപാത്രമായപ്പോ പുള്ളിയുടെ ശബ്ദം. നല്ല നല്ല ഏട്ടപ്പെട്ട കർത്താവ് ഇടാ ഈ സ്വീകരിക്കാരെന്ന് പറഞ്ഞാൽ മഹാക്ഷത്രല്ല. ഇപ്പൊ കൊമേഡിയൻ ആയപ്പോ ശബ്ദത്തിന് ഒരുപാട് രൂപാന്തരം പ്രാപിച്ചു. കൊമേഡിയൻ ആയപ്പോ ഉള്ള ശബ്ദം വേറെയാണ്. ഓ പിടികിട്ടി എടാ തീ തക്കപ്പറന്നടാ.
പ്രോഗ്രാം അവതരിപ്പിക്കാൻ വന്ന പ്രിയമുള്ളവരെ എന്തായാലും ഹലോ, ഐ ഞാൻ ചെറിയൊരു മെമിക്രി എടുക്കാൻ പോണേ. നേരത്തെ ചാൻസ് ചോദിച്ചപ്പോൾ ചാൻസ് ഉണ്ടാവില്ല എന്ന് അറിഞ്ഞ്, പിന്നെ ഇവിടെ ബാക്ക് വന്ന് തിരക്കിയിരുന്നു. അപ്പോൾ പിന്നെ വിളിച്ചപ്പോഴാണ് ഒരു ഇൻട്രസ്റ്റ് ആയത്. അപ്പോൾ ചെറിയൊരു മെമിക്രി എടുക്കാൻ പോണേ. നിങ്ങൾ കൈ അടിക്കണം എന്നാലേ കിട്ടുള്ളൂ. ഞാൻ പറഞ്ഞു നിങ്ങൾ ഇതാണ് നേരത്തെ പറഞ്ഞ ആള്. ഓക്കെ ഓക്കെ. ചെറിയൊരു ഐറ്റം. ആദ്യം എന്തായാലും നമ്മുടെ ഒരു മര്യാദ നമുക്കൊന്ന് പരിചയപ്പെടാല്ലേ. എൻ്റെ പേര് വാവാന്ന്. അവിടെ മുണ്ടുപറമ്പ് എൻ്റെ പേരാ. മുണ്ടുപറമ്പുള്ള എനിക്ക് സെൻട്രിങ്ങിന്റെ പരിപാടിയാ, വാർക്കപ്പണിയാ. 10-12 കൊല്ലമായിട്ട് ഒരു ടീമിന്റെ കൂട്ടത്തിൽ ഹെൽപ്പറായിട്ട് പോവുക. 10-12 കൊല്ലമായിട്ട് ഹെൽപ്പറായിട്ടോ? സാധാരണ 1-2 കൊല്ലം കഴിഞ്ഞ് എല്ലാവരും മേശരി ആകാറാണൊക്കെ പതിവ്. എന്താ പറയാ, മേശരി ആയി കഴിഞ്ഞാലും മേലെ കയറി വെയിലും വാങ്ങി കൊള്ളണം. ഇതാകുമ്പോ മുട്ടിനിടയിൽ ഒളിച്ചിരുന്ന വൈകുന്നേരം 500 പെട്ടും, അത് മതി. അങ്ങനെ കഴിഞ്ഞോട്ട് പോയിട്ടാ ഇപ്പൊ പഞ്ചായത്ത് മേള നടന്നത് നമ്മളിവിടെ, കേരളോത്സവം. പഞ്ചായത്ത് മേളയിൽ എനിക്ക് മിമിക്രിക്ക് സെക്കൻഡ് കിട്ടിയായി. മിമിക്രിക്ക് നിങ്ങൾക്ക് സെക്കൻഡ് ആവും? ഒരുപാട് പേരുണ്ടായിരുന്നു മത്സരിക്കാൻ. 2 ആൾക്കാർ, ഞാനും സുജിമോനും. ഓന് ഫസ്റ്റും സെക്കൻഡ് നിൽക്കും. അതിന്റെ ശേഷം ഇപ്പൊ എന്റെ അയൽവാസികളൊക്കെ ആസിഫ് അലി എന്ന് വിളിക്കാം. നിങ്ങളെ എന്താ അവിടെ ഉള്ള ആൾക്കാർക്ക് എന്താ പ്രശ്നം? ഓനൊന്നും ആസിഫ് അലിനെ കണ്ടില്ല എന്നെ, അതുകൊണ്ട് ഇപ്പൊ എന്നെ അങ്ങനെ വിളിച്ചടക്കും. ഞാൻ ചെറിയ ഐറ്റംസ് എടുക്കാൻ പോണ, നിങ്ങൾ കൈ അടിക്കണം എന്നാലേ കിട്ടുള്ളൂ. എപ്പോഴെങ്കിലും എടുക്കണത് അതാ, വില മാരിയല്ല. കൈ അടിക്കൂലേ? എന്താ അവിടുന്ന് കയറി വന്ന മാരിയല്ല, ഇവിടുന്ന് അങ്ങോട്ട് നോക്കുമ്പോ കൈയും കാലും പറക്കുന്നുണ്ട്. അതാ കൊല്ലിയിൽ വെള്ളം ഇല്ലാതായിന്. കൈ അടിക്കണേ. അതെ, നല്ല ശബ്ദമായിരുന്നു പ്രിയമുള്ള. എന്തായാലും ഇനി ഒരുപാട് പേര് പാടാനുണ്ട്. ആ മൈക്കെല്ലാം തുപ്പലാക്കിയില്ലേ? പിന്നെ 2-3 ഐറ്റംസ് ഉള്ള ഒന്നായിട്ട് കൊടയാ. ഞാൻ തന്നെ കുടഞ്ഞിട്ടുണ്ട്, എന്നാലും വേണ്ടില്ല. ഇങ്ങനത്തെ ബാബാനൊന്നും പരിചയപ്പെടണല്ലോ ഇവർക്കല്ലേ? ഞാൻ പറഞ്ഞില്ലേ അങ്ങനല്ലേ? ബാബ വിവാഹിതനാണോ? എനിക്ക് പെണ്ണിട്ടാത്താരി. ഇപ്പൊ നേരം വെളുക്കാൻ നേരത്തെ പെണ്ണൊക്കെ വിളിയാ, ബാവേ നീച്ചൂട്, മിറ്റടിച്ചേരി കൂട്, അമ്മിമിലച്ച് മുളകരച്ചൂട്. അത് അമ്മിമിലച്ച് മുളകരക്കുമ്പോളാ പെണ്ണുങ്ങളൊന്ന് കുത്തുക. പെണ്ണുങ്ങൾ കുത്തുള്ളൂ, അമ്മായിമ്മ തേമ്പിക്കോളും. ഇതൊക്കെ ഇവിടെ പറയുമ്പോ മോശമല്ല, ഒരുപാട് ആളുകൾ ഇരിക്കുകയല്ലേ ഇവിടെ. അല്ലേ, ഞാൻ കിട്ടിയേ പറയില്ലേ, കിട്ടിയിട്ട് മുണ്ടാത്ത എത്ര ഉണ്ട് അറിയാം വേക്കിലൊക്കെ, എനിക്കറിഞ്ഞല്ലേ. ഓക്കെ ബാബാ, ഇനി എടുക്കാൻ പോണേ. ഇങ്ങനത്തെ പരിപാടിക്ക് അത്യാവശ്യമുള്ള ജനറേറ്റർ സ്റ്റാർട്ടാക്കുമ്പോൾ ഒച്ച എടുക്കാൻ പോണേ. ഒച്ചയല്ല, ഒച്ച എന്ന് പറയാം. നമ്മള് മലപ്പുറംകാരാണെങ്കിലും ശബ്ദം ഞങ്ങൾ കൂറ്റുന്ന പറയാം ഇവിടെ. ഓക്കെ, ജനറേറ്റർ സ്റ്റാർട്ടാക്കുമ്പോൾ ഒച്ച. ചാട്ടാണെങ്കിലോ ബാബാ? ചാട്ടയാ കയ്യടിക്കണേ, കൊല്ലിയിൽ വെള്ളം ലേറ്റാ, ബേജാറുണ്ടാ. ഇങ്ങനെ ഉണ്ടാകുക. ഇതിങ്ങനെ ഓടിങ്ങോണ്ട് നിൽക്കുമ്പോൾ ഇതിൽ എയർ കുടുങ്ങിയിട്ട് ഇത് ഓഫ് ആവും, അപ്പൊ ഇതിന് ഒച്ച മാറും. അതെങ്ങനെ അറിയാം? അങ്ങനെ ഉണ്ടാകുക. ഇനി ലേഡീസിനുള്ള ഐറ്റംസ്. എന്താണത്? തേങ്ങ ചെരവുമ്പോൾ ഒച്ച. എങ്ങനെ അറിയാം? ഇങ്ങനെ ഉണ്ടാകുക. ഇത് ചെരവി ചേട്ടൻ്റെ അടുത്തെത്ര നേരത്ത് എന്നെ കണ്ടു കഴിഞ്ഞാൽ എൻ്റെ പെണ്ണുങ്ങൾക്ക് ഒരു ചെരവലുണ്ട്. അതങ്ങനെ അതെന്താ? ഒറ്റയേറ. ഇതേമാതിരി പണ്ടൊക്കെ മരത്തിന്റെ കപ്പിലല്ലേ വെള്ളം മുക്കുന്നേ, ആ മരത്തിന്റെ കപ്പിൽ വെള്ളം മുക്കുമ്പോൾ ഒച്ച. ഇങ്ങനെ ഉണ്ടാകുക. പക്ഷെ തുരുമ്പ് പിടിച്ച ഇരുമ്പപ്പിയാണെങ്കിലോ അതെങ്ങനെ അറിയോ? ഇതേമാതിരി നമ്മളെ മരണക്കിണറിൽ ചെന്ന് കഴിഞ്ഞാല്, മരണക്കിണറിൽ ബൈക്ക് ഓടിക്കണാണല്ലോ, സർക്കസ് കൂടാൻ ചെന്ന് കഴിഞ്ഞാല് ആ മരണക്കിണറിൽ ബൈക്ക് പോകുമ്പോൾ പ്രത്യേകിച്ച് യുവാക്കൾക്ക് ഏറെ ഇഷ്ടമുള്ള ഒരു വിനോദമാണ്. അതിന്റെ ശബ്ദം അനുകരിക്കാൻ പോകുന്നു ബാബ. പാട്ട വണ്ടി ഇറക്കൊന്ന് കൈയടിച്ചോളിട്ട് ഒരു ഇൻട്രസ്റ്റ് ഇട്ടാരാ എന്നിട്ടല്ല. പാട്ട വണ്ടി അതാ.
ഭയങ്കര സംഭവമാട്ടാ. ഇങ്ങനെ ഉണ്ടായി. ഇനി എളാപ്പന്റെ കൂറ്റെടുക്കും. എളാപ്പന്റെ കൂറ്റ് പരേതം തിരിച്ചു വരുന്നു. അളിയനൊരു റീൽസ് പറഞ്ഞ സിനിമയിലുള്ള ആളാണ്. ഒക്കെ പറയുമ്പോൾ നമ്മളെല്ലാം ഏറെ കണ്ട് പരിചിതമായ ലിക്ക് ബീരാന്റെ ശബ്ദമാണ് നമ്മുടെ ബാവ അനുകരിക്കാൻ പോകുന്നത്. ഹല എത്ര വർത്താനോ ആയിരത്തങ്ങളെ നാര് പല കുട്ടികൾക്കില്ല എന്ന് പറഞ്ഞ മറ്റേ സ്ഥിതി മനസ്സിലായില്ലേ? അടക്കാണ് ഈ മടിയിലൊക്കെ കൗങ്ങായ പറ്റൂല. ജമീല ഇടയ്ക്ക് കൈയടിച്ചോളൂ, എന്റെ പുറടിച്ചാൽ പൊളിച്ചാളും. അടിപൊളി അടിപൊളി. ഇതേമാതിരി നമ്മള് ഫ്ലാസ്കിൽ വെള്ളം ഒഴിക്കുമ്പോൾ ശബ്ദമൊക്കെ നമുക്ക് മാറ്റി പറയാം. എന്നിരുന്നാലും നമുക്ക് വാവ ഒരുപാട് സ്കൂളൊക്കെ പഠിച്ചിട്ടുണ്ടാവില്ല. വിദ്യാഭ്യാസം എത്ര? ബി.എഡ് വരെ പഠിച്ചിട്ടുണ്ട് പ്രിയമുള്ളവർ. നമ്മുടെ വാവ ബി.എഡ് ഞാൻ പറഞ്ഞ് തിരിഞ്ഞു പോയതാ. 8B മാറിപ്പോയതാ. അവിടെ പോയി. ഓക്കെ, അടുത്ത ശബ്ദം. ഫ്ലാസ്കിൽ വെള്ളം ഒഴിക്കുമ്പോൾ വെള്ളം ഇങ്ങനെ പൊന്തി വരുമ്പോൾ ചെറിയ മൈന്യൂട്ടായ ശബ്ദമാണ്. അപ്പൊ എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണം. ഇതിപ്പോ ഈ പങ്കിക്കപ്പെട്ടിട്ട് ആക്കി ഞാൻ വന്നപ്പോ ചോദിക്കണം എന്ന് വിചാരിച്ചാണ്. ഈ മഴ കൊണ്ടിട്ടാണോ ഇങ്ങനെ? അതല്ല, ബംഗാളികൾ മുടിയേറ്റി കൊളാക്കിയതാ. ഇപ്പൊ ബാർബർസിലൊക്കെ ബംഗാളികളാണ് മുടി കൊളാക്കിയ. അല്ല, ഞാനൊരു ആശയം പറയട്ടെ. ഈ ബംഗാളികളെ കാര്യം പറഞ്ഞപ്പോ മുടി വെട്ടുന്ന ശബ്ദം എടുക്കാൻ പറ്റും? അതൊക്കെ എടുക്കും ഞാൻ. ആണോ? അന്ന് നമുക്ക് അടുത്തായിട്ട് മുടി വെട്ടുന്ന ശബ്ദം എന്റെ തല കേട്ടോ. വാ, കഴിഞ്ഞില്ല. അടിപൊളി. ഇപ്പൊ മുടി വെട്ടലില്ല, ഇപ്പൊ മിഷീൻ വെക്കല. മിഷീൻ വെക്കുമ്പോ ഉള്ള ഒച്ചകര എന്റെ തന്നെ. പിന്നെ വേറെ ആദ്യം വെക്കാൻ പറ്റുമോ? ഇതല്ലേ എടുത്തുള്ളു. ഇതേമാതിരി കുട്ടികളെ കയ്യിലൊക്കെ ബലൂൺ ഇട്ടിക്കഴിഞ്ഞാൽ കുട്ടികൾ ഊതി വീർപ്പിക്കും ഇങ്ങനെ. പൊട്ടു. ജി വന്നാണുള്ളത് പൊട്ടുന്നറിയാലേ. ഇതാത്ത ബലൂനാ പൊട്ടിച്ച് കുറച്ചണ്ട. ഇഞ്ഞാണ്ട് പൊട്ടിച്ചാ മതി. ഇതാ നമ്മൾ തീപ്പെട്ടി കൈ കിട്ടി കഴിഞ്ഞാല് അതിൽ കൊള്ളി ഉണ്ടോന്ന് അറിയാൻ വേണ്ടി കുലുക്കി വെക്കും. തീപ്പെട്ടി. അപ്പൊ തീപ്പെട്ടി കുലുക്കും പൊളച്ച ഇങ്ങനെ ഉണ്ടായില്ല. ഇതേമാതിരി തന്നെ നമ്മള് ഈ മഴയൊക്കെ പെയ്ത് കഴിഞ്ഞാല് അടുക്കളന്റെ ഭാഗത്ത് വിറക് അട്ടിക്കിട്ട് കഴിഞ്ഞാല് അതിന്റെ അടി ഉണ്ടാവും ഒരു തോള. അമ്മായിന്റെ മോനാണല്ലോ ചാടി പറയുന്നേ. മരത്തവള. മരത്തവളന്റെ നൊലോളി എങ്ങനെ അറിയോ? ഇങ്ങനെ ഉണ്ടായില്ല. ഒന്നും കൂടി ലഭിച്ചേ. ഇങ്ങനെ ഉണ്ടായില്ല. ഇതേപോലെ നമ്മള് കുളത്തിന്റെ പക്കത്ത് ചെന്ന് കഴിഞ്ഞാല് വലിയ പൊട്ടം കണ്ണുണ്ടാവും. കുണ്ടത്താവള. അതെങ്ങനെ അറിയോ? ഇങ്ങനെ ഉണ്ടായില്ല. പക്ഷെ നമ്മള് മഴക്കാലത്ത് വെള്ളമൊക്കെ ഇങ്ങനെ കെട്ടി നിൽക്കുന്ന സമയത്ത് രാത്രിയൊക്കെ വരമ്പത്ത് കൂടെ നടന്നു പോവാണെങ്കിൽ തവളന്റെ കൂട്ടനിലോളി കേൾക്കാം. അതെങ്ങനെ അറിയാം? വരമ്പത്ത് കൂടി നടന്നു പോകുമ്പോഴുള്ള തവളന്റെ കൂട്ടനിലോളി. പാടം നിറച്ചും തവളെ. ഇങ്ങനെ ഉണ്ടായില്ല. ഇതേമാതിരി സിബുകൾ പലതരത്തിലുള്ള സിബുകൾ. പലതരത്തിലുള്ള സിബ്. ബാഗിന്റെ സിബ് ഇടുമ്പോൾ ഒച്ച എങ്ങനെ അറിയോ? ബാഗിന്റെ സിബ് ഇടുമ്പോൾ എന്ന ശബ്ദം. ഇത് പാന്റിന്റെ ആണെങ്കിൽ എങ്ങനെ അറിയാം? പാന്റിന്റെ ആണെങ്കിൽ ശ്രദ്ധിച്ചിടണം. പാന്റ് ആണെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കുക. ഇത് ജീൻസ് പാന്റ് ആണെങ്കിൽ എങ്ങനെ അറിയാം? ഇങ്ങനെ ഉണ്ടാക്കുക. ഇതേപോലെ തന്നെ നമ്മൾ ആക്സോ ബ്ലേഡ് കൊണ്ട് PVC പൈപ്പ് മുറിക്കുമ്പോൾ ആക്സോ ബ്ലേഡ് ഉപയോഗിച്ച് PVC പൈപ്പ് കട്ട് ചെയ്യുന്ന പൈപ്പിന്റെ ഇങ്ങനെ ഉണ്ടാക്കുക. അലുമിനിയം ചാലാണ് മുറിക്കണമെന്നുണ്ടെങ്കിൽ ഒച്ച മാറും. തല പിടിച്ചോ. ഇങ്ങനെ ഉണ്ടായി. അത് ഇനി പ്ലൈവുഡ് ആണ് മുറിക്കണമെങ്കിൽ വേറെ രീതിയില്ല. പ്ലൈവുഡ് ആകുമ്പോൾ ശബ്ദ വ്യത്യാസം. അതിപ്പോ നമുക്കിപ്പോ ഇതെല്ലാം മുറിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ഫിറ്റ് ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഹോൾസ് അടിക്കണം. ഡ്രിൽ മെഷീൻ എടുക്കും. ഐറ്റംസ് ഇല്ല. അതൊരു കാര്യം ചെയ്യും. ആദ്യം ഒരു തലക്കലൊരു ഹോൾസ് ഉണ്ട്. ഇനി രണ്ടാമത്തെ ഹോൾസ് നടുക്ക്. ഇനി ഒരു കാര്യം ചെയ്ത് അവിടെ നിൽക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് മേലെ ഒരു ഹോൾസ് ഇടണം. ജി പറഞ്ഞോടത്ത് ഇങ്ങനെ തൊളർന്ന ആളാണല്ലോ ഇനി. അവിടെ ഇവിടെ അറിയുമ്പോ ഞാൻ മോനെ കഴിഞ്ഞ വെള്ളിയാഴ്ച കണ്ടുപിടിച്ചു വെച്ചേ. വെള്ളിയാഴ്ച ശബ്ദം കണ്ടുപിടിക്കും. അങ്ങനെയൊന്നുമില്ല. ലീവുള്ള ഓരോന്ന് കണ്ടുപിടിക്കും. ആൺപ്രാവിന്റെ ഒച്ചയും പെൺപ്രാവിന്റെ ഒച്ചയും രണ്ട് രീതിയിലാ. ആദ്യം ആൺപ്രാവിന്റെ കാണിച്ചു തരാം.
ഇങ്ങനെ ഉണ്ടായി. തൊട്ടടുത്ത് പെൺപ്രാവ് വന്നിരിക്കുകയാണ്. എങ്ങനെ അറിയോ? ഇങ്ങനെ ഉണ്ടായി. അതേപോലെ തന്നെ നമ്മളെ താറാവിന്റെ ഒച്ച എങ്ങനെ അറിയോ? ഇങ്ങനെ ഉണ്ടായി. അതേമാതിരി ആട്ടുംകുട്ടിന്റെ ഒച്ച എങ്ങനെ അറിയോ? ഇങ്ങനെ ഉണ്ടാവുള്ളൂ. പക്ഷെ ഇതിന്റെ കയ്യും കാലും കയറിന്റെ ഉള്ളിൽ കുടുങ്ങി ഒച്ച മൊത്തം മാറും. ഇങ്ങനെ ഉണ്ടായി. ഇനി എടുക്കാൻ റിസ്ക് ഉള്ളതാണ്. റിഹേഴ്സലിന്റെ കുറവുണ്ടെന്നാലും ഞാൻ എടുക്കും. അതായത് ഹെലികോപ്റ്റർ മുകളിലേക്ക് പൊന്തി പോയിട്ട് ഇടിഞ്ഞു പൊളിഞ്ഞ് കടലിലേക്ക് പോകുമ്പോൾ ഒച്ച. അത്രയും ബുദ്ധിമുട്ട് ടഫാണോ? അത്ര ടഫ് വേണ്ട, തൊപ്പിലിറക്കിണ്ട് എന്റെ ടഫാക്കല്. അപ്പൊ ഹെലികോപ്റ്റർ മുകളിലേക്ക് പൊന്തി പോയിട്ട് ഇടിഞ്ഞു പൊളിഞ്ഞ് കടലിലേക്ക് പോകുമ്പോൾ നമ്മൾ ഇംഗ്ലീഷ് സിനിമയിലൊക്കെ കാണുന്ന ഒരു ട്രെയിലർ അല്ലേ? അതെ അതെ ബാബ ചോദിക്കണം തോന്നുന്നത്. അപ്പൊ ഹെലികോപ്റ്ററിന്റെ ശബ്ദമൊക്കെ വളരെ മനോഹരമായിരുന്നു. പക്ഷെ വെള്ളത്തിൽ വീണപ്പോ എന്തോ ഒരു ബ്ലും ബ്ലും എന്നൊക്കെ. പിന്നെ വെള്ളത്തിൽ മുന്നേ കിടികിടിന്നുണ്ടായ എന്ത് സാധനം വെള്ളത്തിൽ കൊണ്ടാലും ബ്ലും തന്നെ ഉണ്ടായ. ഇനി എടുക്കാൻ പോകണം. ഇന്ന് രാവിലെ പല്ല് കൊണ്ടുവെക്കുമ്പോ നമ്മിപ്പൊട്ടിയുടെ പല്ലേക്കല് പല്ല് വെച്ച് കൊണ്ടുവെക്കുമ്പോ മനസ്സിലായി ജാസി ഗിഫ്റ്റിന്റെ ഒച്ച എല്ലാവർക്കും കൊടുക്കാൻ പറ്റുന്നുള്ളത്. അങ്ങനെ തൊള്ളയിൽ വിരലിട്ട് വലിച്ചു പിടിച്ചാൽ മതി. പാട്ട് പാടിക്കൊണ്ട് വെക്കുമ്പോ തൊള്ളയിൽ വിരലിട്ട് വലിച്ചു പിടിക്കുക. അപ്പൊ ജാസി ഗിഫ്റ്റ് ആവും. അത് എങ്ങനെയാന്നുള്ളത് കാണിച്ചു തരാം. അന്നക്കിളി നീ എന്നില വന്നക്കനവേറി വന്നു, കന്നിക്കിളി നീ എന്നിൽ പൊൻതൂവൽ വീശി നിന്നു. അന്തിക്കടവത്ത് അമ്പിളിക്കോവിൽ മുല്ലക്കതിരണിവാടി കന്നിത്തിരതുള്ളു ഹൂവാനക്കാവിൽ മാനായി മാറി. ഇങ്ങനെ ഉണ്ടായി. ആ വിരല് അപ്പുറത്ത് തൊള്ളായിട്ട് മുറിച്ചിടാൻ പറ്റപ്പത്. ഇനി എടുക്കാൻ പോണേ നമ്മളെ സിനിമകളിൽ നമുക്ക് മിമിക്രി പഠിപ്പിച്ചു കൊടുക്കലെന്ന് ആരോ പറഞ്ഞു കഴിഞ്ഞു. ഞാൻ പഠിപ്പിച്ചതിന് ഞാൻ വരെ ക്ലാസ് ഉണ്ട്. ആർക്കും പഠിപ്പിച്ചു കൊടുക്കും. എനിക്കത് പഠിപ്പിച്ചു തരാൻ. നമ്മളെ സിനിമകളിൽ ചെന്ന് കഴിഞ്ഞാൽ സിനിമ തുടങ്ങുന്നതിന്റെ മുന്നേ ഒരു പരസ്യം ഉണ്ടാവലുണ്ട്. ആ പരസ്യം പറയാൻ പോണത് മനസ്സിലായി ഞങ്ങൾ കൈയ്യടിക്കണം. CD-ലും ഉണ്ടാവലുണ്ട്, സിനിമകളിൽ മാത്രമേ. കേന്ദ്ര സർക്കാരിന്റെ പുകവലിക്കെതിരായിട്ടുള്ള ഒരു പരസ്യമാണ് ബാബ ഇവിടെ എടുക്കാൻ പോകുന്നത്. ശ്വാസകോശം ഒരു സ്പോഞ്ച് പോലെയാണ്. ശരാശരി ഒരു പുകവലിക്കാരന്റെ ശ്വാസകോശത്തിൽ അടങ്ങിയിരിക്കുന്ന പുകയില പരിശോധിച്ചാൽ ഇപ്രകാരമായിരിക്കും. നിങ്ങളെ രോഗിയാക്കാൻ അത് മതി, വലിയ രോഗി. കുട്ടികളെ നല്ലോളിക്കുമ്പോ അമ്മ മൂളിപ്പാട്ട് പാടി ഉറക്കി കൊടുക്കലുണ്ട്. അപ്പൊ കുട്ടീനെ നല്ലോളിയും അമ്മന്റെ മൂളിപ്പാട്ടും ഒരേ സമയത്ത് രണ്ടും ഒരേ ശബ്ദം എടുക്കും. കൊളയൊന്ന് കയ്യടിച്ചോളില്ലേ? നിങ്ങൾ കയ്യടിച്ചിട്ട് കുറെ നേരം നിങ്ങള് ഒന്ന് കയ്യടിച്ചോളുണ്ട്. ഇനി വേണ്ടി ഒരു ഒന്ന് ഒറ്റ മിമിക് പഠിപ്പിച്ചു. അന്റെ ചുണ്ടുമൽ എന്താ? എന്റെ ചുണ്ടുമലൊന്നുമില്ലല്ലോ. പഠിച്ചു. അതെന്താ? ചുണ്ടുമൽ എന്താ നാക്കില്ലേ? അതെന്നെ മിമിക്രി. അതെങ്ങനെ മിമിക്രി ആവുക? അത് 3 ഇവിടെ അപ്പൊ കാണിച്ചു തരാം. മഹരിബിലും മശരിബിലും നബി സംസുലുദാ ഫീ കുല്ലി സമാമി മൗലായ മൗലല്ലായനി സയ്യിദ് ഇനാനി. മിമിക്രി പഠിപ്പിച്ചു. അനുഗ്രഹിക്കണം. നിങ്ങൾ അനുഗ്രഹം കാലുകൊടുത്തൊന്നും വേണ്ട. എല്ലാരും തുടക്കത്ത് കാല് പിടിക്കും, പിന്നെ തലയിൽ കയറി കാണും. മലയാളികളായ നമുക്ക് അഭിമാനിക്കാനുള്ള നല്ല മുഹൂർത്തങ്ങൾ സമ്മാനിച്ച ഒരു കലാകാരനാണ് ഇത്രയും നേരം നിങ്ങളോടൊപ്പം മിമിക്രി അവതരണത്തിലൂടെ വെള്ളിത്തിളങ്ങിയത്. ഇന്ന് ദേശീയ ചലച്ചിത്ര ഫിലിം അവാർഡ് പ്രഖ്യാപിക്കപ്പെട്ടപ്പോൾ മലയാളികൾക്ക് അഭിമാനം തോന്നിയ ഒരു നിമിഷമാണ് ഐൻ എന്ന മലയാള സിനിമ. ഐൻ എന്ന മലയാള സിനിമയിലെ പ്രത്യേകം ജൂറി പരാമർശിക്കുകയും ഐൻ അവാർഡ് വാങ്ങുകയും ചെയ്തപ്പോൾ അതിൽ ഞങ്ങളുടെ ഈ കലാകാരൻ സഹനടനായി ഒരു ബാർബറുടെ വേഷം ചെയ്ത് അഭിമാനം കൂളിമായപ്പോൾ മലയാളക്കര നെഞ്ചേറ്റിയ കലാകാരൻ അമൃത TV സൂപ്പർ ഡൂപ്പ് എന്ന റിയാലിറ്റി ഷോയിലെ വിന്നറും ഏഷ്യാനെറ്റിലെ മിന്നും താരം എന്ന കോമഡി ഫെസ്റ്റിവലിൽ ഫൈനലിസ്റ്റുമായി കേരളം കഴിഞ്ഞു, ലക്ഷദ്വീപും ആന്ധ്രാദ്വീപും കഴിഞ്ഞു. അങ്ങനെ അറബിക്കടലിന്റെ റാണികളോളം ചന്ദ്രന് പന്തലിച്ച അനവധി നിരവധി വിദേശ പ്രോഗ്രാമുകളിൽ തരമായ ഞങ്ങളുടെ സ്വന്തം വിജേഷ് ചേളാരി. എല്ലാവരും കൈ കൊടുത്തേ. എന്തൊക്കെയാ പറഞ്ഞോട്ടെ പ്രിയമുള്ളവരെ. അപ്പൊ ഈ വേദിയിൽ ഇങ്ങനെ ഒരു പരിപാടി ചെയ്യാൻ അവസരം ലഭിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. എല്ലാവർക്കും എന്നെ പ്രോത്സാഹിപ്പിച്ച എല്ലാവർക്കും നന്ദി, സ്നേഹം അറിയിക്കുക. നിങ്ങൾ ഒന്നുകൂടി കൈയടിക്കുകയാണെങ്കിൽ ഞാനവിടെ പോകും. താങ്ക് യു.
ഇഷ്ടായോ? കഴിഞ്ഞ സ്റ്റേജിൽ നിന്ന് ഒരു ചങ്ങായി എന്നോട് അഭിപ്രായം പറഞ്ഞു, ഈ സൈഡിലിരിക്കുന്ന ചേട്ടന്മാർക്കും ഈ സൈഡിലിരിക്കുന്ന ചേട്ടന്മാർക്കും ഒന്നും മനസ്സിലാവില്ല, അവർ ഈ സൈഡാണ് കാണുക, അതുകൊണ്ട് ഈ സൈഡ് ഒന്ന് കാണിച്ചു കൊടുക്കും കേട്ടോ അവർക്ക് വേണ്ടിയിട്ട്. നിങ്ങളാകെ 4 ആളുള്ളൂ, എന്തേനൊക്കെ ഒക്കുകയല്ല. വേഗം കയ്യടിച്ച് അടുത്ത കാണിച്ചിരിക്കല്ല. ഓക്കെ, കഴിഞ്ഞ സ്റ്റേജിൽ നിന്ന് ഒരു കൊച്ചുകുട്ടി എന്നെ വിളിച്ചു, നിങ്ങൾ ലാലേട്ടനെ മമ്മൂക്കാക്കി, മമ്മൂക്കാനെ ഒന്ന് ലാലേട്ടനാക്കി തരുമോ? അതും ആക്കി തരാം. ഇതെന്റെ വൃത്തികെട്ട മുഖം, ഇനി ഇത് മമ്മൂക്കാണ്. അല്ല, ഇനി ഇവരെ ശബ്ദം ചെയ്യണ്ടേ അല്ലേ? നല്ലൊരു ഉഷാർ കിട്ടൂലേ? എല്ലാരും ടെസ്റ്റ് ചെയ്യാ. പല നടന്മാരെ എടുത്ത് ഞാൻ മമ്മൂക്കാനെയാ ടെസ്റ്റ് ചെയ്യുന്നത്. എന്തെങ്കിലും ഒരു പോരായ്മ ഉണ്ടെങ്കിൽ നിങ്ങൾ അന്നേരം വിവരം അറിയിക്കും. അതുകൊണ്ടാണ് മമ്മൂക്കാൻ ചെയ്യട്ടെ. നന്നായാലേ എനിക്ക് കയ്യേരി നന്നായി, മോശമായ സൗണ്ട് തന്നെ പറഞ്ഞാൽ മതി കേട്ടോ. സൈഡ് ഓപ്പറേറ്റർ നല്ല കയ്യേരി എടുക്കും സാറായി. പേടിക്കണ്ട, ഉഷാറാ കംപ്ലീറ്റ്. വടക്കൻ വീരകഥയിൽ മമ്മൂക്ക് ഉപയോഗിച്ച ആ സംഭാഷണം ചെയ്യട്ടെ. കുട്ടിമാരെന്നറിയണ്ടേ ചതിയൻ ചന്തുവിന്റെ ധീരനായ കഥ. കുട്ടിമാറുകൾ അറിഞ്ഞിരിക്കണം. പുത്തൂരം വീട്, കേൾവി കേട്ട പുത്തൂരം വീട്. അമ്മ പലപ്പോഴും പറയായിരുന്നു പുത്തൂരം വീട് സ്വന്തം വീടാണ്. പക്ഷേ എനിക്ക് ആ വീട് സ്വന്തം വീടായി തോന്നിയില്ല. ഇരുമ്പാണിത തിമളയാണ് വെച്ച് പൊൻകാരം കൊണ്ട് ചൊരിക ഉടയ്ക്കുവാൻ പെരുങ്കരുടെ 14 പൊന്നണം കൊടുത്തവൻ ചന്തു. പാതിരാവിൽ കുമരപ്പഴ നീന്തി കടന്ന് പതിവൃത ഒരു പെണ്ണിന്റെ മടയിൽ കയറാൻ ചന്തു ആരായിരിക്കണം? ഇല്ല മക്കളെ, അംഗബലം കൊണ്ടും ആയുധബലം കൊണ്ടും ചതിയൻ ചന്തുവിനെ തോൽപ്പിക്കാൻ ആരായി ആരുമില്ല. മടങ്ങിപ്പോ. ഈ സ്ഥലത്ത് ലക്ഷം പൂച്ച ഞാൻ പറയുന്നത് ഞാൻ കേൾക്കണം. നേരത്തെ ഒരു ഫെസ്റ്റിൽ ഇതൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഞാൻ കേട്ടാൽ എനിക്ക് നല്ല സുഖം ഉണ്ടാവും. ഹലോ, ആ ലാലേട്ടൻ മാട്ടനെ അല്ലേ? ഒന്ന് ഉഷാറായി. ലാലേട്ടൻ വേണോ? ലാലേട്ടൻ രാമുക ആവശ്യമാണ് അല്ലേ? ദേവാസുരത്തില് നീലാണ്ട ഇത് ഞാനാടാ ശേഖരൻ, മുണ്ടക്കൽ ശേഖരൻ. നീ ചാക്കിട്ടില്ല പറഞ്ഞപ്പോഴാ എനിക്ക് സമാധാനമായി. ഒരു കാറ് കത്തിയാൽ എനിക്ക് പുല്ല, പകരം നിന്റെ ഈ തറവാട് കത്തിച്ചളയാൻ എനിക്കറിയാനിട്ടൊന്നുമല്ല. നമ്മൾ തമ്മിലൊരു കണക്കുണ്ട്, ആ കണക്ക് തീർത്തിട്ടേ ഞാൻ ഇവിടുന്ന് പോകൂ. നേരെ കൊമ്പൻ ബീശൊക്കെ വെച്ചിട്ടാ വിജയകാരല്ലേ? ശരി, തീർക്കാൻ ബാക്കി വെക്കുന്ന സ്വഭാവം നീത കണ്ടതില്ല. അങ്ങനെ വല്ല വിചാരം ഉണ്ടായിരുന്നേല് തളർന്നുപോയി കയ്യിലൊരു കത്തിയും കെട്ടിവെച്ച് മുണ്ടക്കലെ വാതിലും ചവിട്ടി തുറന്നു വന്നത് നിന്നെ ശരിയാക്കാൻ. ചേരാന്തീപ്പോ പഴയ നീലകണ്ഠനെ ഞാൻ തന്നെ മറക്കാൻ ഓർമ്മിപ്പിക്കാൻ നീ ശ്രമിക്കരുത്. ചേരാന്തീപ്പോ. ഇതൊക്കെ ഇപ്പോഴത്തെ കാലഘട്ടമാണ്. ഇനി അങ്ങോട്ട് നിങ്ങൾക്ക് അവതരിപ്പിക്കാൻ പോകുന്ന 80 കാലഘട്ടത്തിൽ മലയാള സിനിമയെ നയിച്ച നല്ല നല്ല നടന്മാരുണ്ട്. നല്ല ഗാനങ്ങൾ ഇറങ്ങിയ, നല്ല ഡ്രസ്സും ഒക്കെ ഇട്ട് നിന്ന കാലം. 80 കാലഘട്ടത്തിലേക്ക് നമ്മൾ കടക്കുമ്പോ ആ ഡ്രസ്സ് നിർബന്ധമാണ്. ഇതാ ഈ പാന്റിനൊരു കൈകേരി കൊടുക്ക്, ഇതാ. ഇനി നമ്മുടെ മുടി മറ്റൊരാളെ മുടിയാക്കുന്നത് ഒരു കാര്യമാണ്. മുടിക്കാങ്ങൾ കൈകരിക്കാൻ ഒരു കൃത്രിമെന്നത് സംഗതിയില്ല. മുടി കാളക്കൊമ്പ് പോലെ ആക്കി വെക്കടാ. 1 മണിക്കൂർ ടൈമാ ഞാൻ പറഞ്ഞ. നിങ്ങൾക്ക് ഇഷ്ടമുണ്ട് ഞാൻ 2 മണിക്കൂർ കളിക്കും. നിങ്ങൾ പോയിക്കാം. മുടി കാളക്കൊമ്പ് പോക്കിലാക്കി വെച്ചാൽ ഇനി മീശ കക്കൂസിലെ ബ്രഷ് പോലെ ആക്കി വെക്കും. ഒരു കൃത്രിമില്ല. അമ്മയാണ് ഒരു വരക്കാണ് ചെയ്താണ്. ചേട്ടാ ചോക്ലേറ്റിലടിച്ച് പരമാവധി കാണാണ്ടാകെ. കളർ ലൈറ്റ് ഒന്നുമില്ല, വെറും പ്ലേ ലൈറ്റ്. ആരാണ് പറയണ്ടേ? ഇംഗ്ലീഷ് പറഞ്ഞുകൊണ്ട് മലയാള സിനിമയിൽ വില്ലൻ കഥാപാത്രം അവതരിപ്പിച്ച ഒരു നടനുണ്ട്. അതാരാണ്? ആര്? ജോസ് പ്രകാശ്. ആ ചേട്ടന് നല്ലൊരു കൈകരി കൊടുക്കുന്നുണ്ട്. ജോസ് പ്രകാശ്. ഞാൻ ഈ കണ്ണട വെച്ച് ഒരു ചിരിങ്ങി ചിരിക്കുമ്പോ
ഇയാളെ ചെറിയ കാട്ടുണ്ടോന്ന് ഞാൻ കണ്ണാടിയിലൊന്നും നോക്കാണ്ടാണ്. നിങ്ങൾ നന്നായി ആ കണ്ണാടി വേണ്ട, അല്ല ഞാൻ വേണ്ട. റെഡീസ് 1 2 3. ചിരി ചിരിക്കുമ്പോൾ ചെറിയൊരു കട്ട് നമുക്ക് നേരിട്ട് കളിക്കുമ്പോൾ പ്രോത്സാഹിപ്പിക്കും. റെഡീസ് 1 2 3. ഇദ്ദേഹത്തിന്റെ വായ നോക്കാം. ഇദ്ദേഹത്തിന്റെ ശബ്ദം ഒന്ന് ചെയ്യാം. ഇഷ്ടമില്ലോ? ആ, ഇനി ഇദ്ദേഹത്തിന്റെ ശബ്ദം ഒന്ന് ചെയ്യാം. ഇപ്പൊ ഓ എന്റെ മോനെ വേറെ എത്ര സ്ഥലമുണ്ട് എനിക്ക് നോക്കുക. അമ്മ ഇപ്പൊ പൊട്ടിപ്പോയത് അടി ഒരു രക്ഷയില്ല. ഈ നല്ല നോട്ടക്കാരനാണല്ലോ. അത് സാരമില്ല, ഇനിയിപ്പോ എന്താക്കിയാണ് അത് സാരമില്ല. ചിപ്പ് അങ്ങനെ ഉണ്ട് എന്ന് വിചാരിച്ചോ, അങ്ങനെ പലതും വിചാരിച്ചാൽ മതി. ഞാൻ ഒറ്റക്ക് കളിക്കുന്നില്ല. ഇനി ഇദ്ദേഹത്തിന്റെ ശബ്ദം ഒന്ന് ചെയ്യാം. ആവേശത്തില് KP ഉമ്മർഖാനോട് പറയുന്നൊരു ഡയലോഗുണ്ട്. ഇല്ല, അത്രയില്ല. പൊട്ടിപ്പോയി ഞാനിപ്പോ എന്താക്കിയ ടൈലർ കൊണ്ടുവരികയാണ്. ഒരു രക്ഷയില്ല. നോക്കാം, തമാശ ചെയ്യട്ടെ. ആദ്യം ആവേശത്തിൽ KP ഉമ്മർഖാനോട് പറയുന്ന ഡയലോഗുണ്ട്. ഫസ്റ്റ് KP ഉമ്മർക്ക് പറയും, ശേഖർ എനിക്കാരുമില്ല ശേഖർ, സ്വന്തമെന്ന് പറയാൻ ആരുമില്ല ശേഖർ, ആരുമില്ല ശേഖർ. അന്റെ ഈ സൗണ്ട് നിങ്ങൾക്ക് പിടിച്ചില്ലേ? നിങ്ങൾക്ക് മറ്റേ ഉമ്മർക്കമാണായിക്കില്ലേ? ശോഭി നീ എന്നോട് സഹകരിച്ച്. ഈ ടൈപ്പ് അല്ല ഉമ്മർക്ക. ശരിക്കും സിനിമയിൽ ഉപയോഗിച്ച ശൈലി അത്ര ഇല്ല. ഇങ്ങനെയാണ്, ശേഖർ എനിക്കാരുമില്ല ശേഖർ, സ്വന്തമെന്ന് പറയാൻ ആരുമില്ല ശേഖർ. അല്ലേ? ഇതല്ലേ റെഡി എന്നായാ കൈയെടുക്കണം കേട്ടോ. ഇനി MN നമ്പ്യാർ സാറ് പറഞ്ഞതാ, ഇതെല്ലാം സാധനതാ. രാഘവ മിടുക്കനാ ഒരു മകന്, സുന്ദരയാ ഒരു ഭാര്യ, ജനക്കാരുണ്ട് രാഘവ. പറയൂ, ശിവകാറ്റിനെ കൂട്ടിനെ തടയുന്ന മാതിരി തുണ്ടമാരിയും ഇതാ ഇങ്ങനെ. ഇഷ്ടം പോലെ കള്ള നിറച്ചും പരിപാടിയാ. മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന ചിത്രത്തിലെ നായകൻ ആരാണ്? ശങ്കർ. ഇന്നുണ്ടായില്ലേ കിരൺ? അതുകൊണ്ട് പറഞ്ഞല്ലേ നിങ്ങൾ നല്ല ആൾക്കാരാട്ടോ. കഴിഞ്ഞ സ്റ്റേജിൽ ഞാൻ ചോദിച്ചു മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിലെ നായകൻ ആരാണ്? അന്നേരം എന്നോട് പറയും ഇന്റെ അച്ഛൻ. ഞാൻ നോക്കുമ്പോ ഒരു 4 വയസ്സുണ്ട് ചെറിയോ. ഓൻ എന്നോടിങ്ങനെ പറയാൻ പോന്റെ പൊരേരുണ്ടോ സ്ഥിതി എന്താ? എന്നോട് ഇങ്ങനല്ലേ പറഞ്ഞുള്ളൂ. രഞ്ജിനി ഹരിദാസിനോട് ഏതോ ഒരു ചങ്ങായി എന്തോ ഒരു വൃത്തിയായിട്ട് പറഞ്ഞിട്ട് ഓള് പറഞ്ഞെന്തറിയോ, ഒരൊറ്റ മലയാളികളെയും കാണുന്ന എനിക്ക് ഇഷ്ടമല്ല. നമ്മളെ ചോറ് നിന്നിട്ട് നമ്മളെ കുറ്റം പറിക്കുക. ഞാനൊക്കൊരു സംശയം, ഇവള് മലയാളിയല്ലേ? പിന്നെ ഓളോട് വെച്ച് ഇനി കല്യാണം കഴിച്ചിക്കുമോ? അന്നേരം ഓള് പറയാ, ഞാൻ കല്യാണം കഴിക്കല, എന്റെ മക്കളെ കൊണ്ടിട്ട് കല്യാണം കഴിപ്പിച്ചില്ല. അപ്പൊ ഇത് മലയാളികളുടെ സംസ്കാരമല്ല, അതെനിക്ക് മനസ്സിലായി. ശങ്കർ നല്ല നടനായിരുന്നു. മൂപ്പര് കല്യാണമൊക്കെ കഴിച്ച് സിംഗപ്പൂരിൽ പോയി തിരിച്ചു വരുമ്പോഴത്തേക്ക് അതിലെ വില്ലൻ കീഴടക്കിക്കും മലയാള സിനിമ. ശങ്കരേട്ടനൊന്ന് കാണല്ലേ? ഉടിച്ച് കല്യാണിച്ചു. ഇനി ഒരാൾ ചേട്ടാ പാട്ട് നല്ല സൗണ്ടില്ല, ചെല്ലാർ ഉറങ്ങിപ്പോയി, അതുകൊണ്ട് ഉണർന്നോട്ടെ കേട്ടോ. ഇതാരാണെന്ന് ചോദിച്ചാൽ നമ്മുടെ കോഴിക്കോടുകാർ നല്ലോണം പ്രോത്സാഹിപ്പിക്കണം ഇദ്ദേഹത്തെ ചെയ്യും കേട്ടോ. ഓപ്പോൾ എന്ന ചിത്രത്തിലൂടെ ഭരതപാട് നേടിയ നമുക്കൊരു വില്ലനുണ്ട്. ആരാണ്? ബാലകേ നായർ. ഇവിടുന്ന് പറഞ്ഞിരിക്കാം, ബാലകേ നായർ സാർ. ആ സാറിന് വേണ്ടി നല്ലൊരു കയ്യിലടിച്ചിട്ടുണ്ട് അല്ലേ? അദ്ദേഹത്തിന്റെ കണ്ണും മൂക്കും ഒക്കെ പ്രധാനപ്പെട്ടതാണ്. നമുക്ക് നോക്കാം. അദ്ദേഹത്തെ കാണിക്കുമ്പോൾ ചോപ്പിലേക്ക് അടിക്കണം. വില്ലനാണ് കേട്ടോ. മൂത്ത് ചോപ്പ് ഇങ്ങനെ കാണണം കേട്ടോ. ഉള്ള പോലെ അടിച്ചാൽ മതി. ഓക്കെ. പിന്നെ സ്ത്രീകൾ പേടിക്കേണ്ട, ഇത് ഒറിജിനൽ അല്ല. വെരി ഗുഡ് മൈ ബോയ്. പേരിൽ മാത്രമല്ല പ്രവൃത്തിയിലും നീ രാജൻ തന്നെയാണ്. നിനക്ക് തമ്പി അദ്ദേഹത്തിന്റെ മകളുടെ മേലെ
ഒരു കണ്ണുണ്ട് അല്ലേ? നിനക്ക് എന്ന് മുതലാണ് ഈ വ്യക്തിത്വമുണ്ടായത്? സ്വന്തമെന്ന് പറയാൻ ഒന്നുമില്ലാത്തവൻ മനുഷ്യനെന്ന് പറയുന്നതിന് അർത്ഥമില്ല. ലൈറ്റ് തീരെ കുറഞ്ഞോ? കണ്ടിനോ? ബേക്കിൽ ലൈറ്റന്മാരെ കണ്ടിനോ? ആ, കണ്ടിക്കാലോ. ഈ നടനെയൊക്കെ ഓർമ്മിക്കുന്ന എന്തിലൂടെ മാത്രമാണ്? ജയന് ശേഷം ആര് എന്ന ചോദ്യത്തിന് ഉത്തരമായി 2 നടന്മാർ മലയാള സിനിമയിലേക്ക് കയറി വന്നു. അതൊന്ന് നിങ്ങൾ എല്ലാവരും കരുതുന്ന പോലെ ഭീമൻ ജഗ്ഗാണെങ്കിൽ, മറ്റൊന്ന് തുഷാരം എന്ന ചിത്രത്തിലൂടെ കടന്നു വന്ന ആ പൗരുഷത്തിന്റെ പ്രതീകമായ രതീഷ് എന്ന് പറയുന്ന നടനായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഇവരൊക്കെ മലയാള സിനിമ ഉറങ്ങിപ്പോയോ? മിമിക്രി വേണോ? എന്താ വേണ്ടേ? കുറച്ച് മിമിക്രി അറിയാലേ? കുറച്ച് ശബ്ദങ്ങൾ പരിചയപ്പെടുത്താം. വെറുതെ ആയി പോണ്ട. ശബ്ദം എല്ലാവരും കേൾക്കുന്നെന്നാലും പറയാണ്. ആദ്യം കോഴിക്കോടിന്റെ സ്നേഹം നമുക്ക് ആവശ്യമാണ്. അതുകൊണ്ടാണ് പറയുന്നത്. കോഴിക്കോടിന്റെ ശബ്ദം മലയാള സിനിമയ്ക്ക് സമ്മാനിച്ച ഒരു നല്ലൊരു കഥാപാത്രമുണ്ട്. ഇതൊരു ഓർമ്മപ്പെടുത്തൽ മാത്രമാണ്. നമ്മുടെ കുഞ്ഞാണ്ടി ചേട്ടൻ നല്ലൊരു ശബ്ദത്തിനുടമയായിരുന്നു. അദ്ദേഹത്തോടുള്ള ഇഷ്ടമാണ് നിങ്ങളിവിടെ പ്രകടിപ്പിക്കേണ്ടത്. ചെയ്യട്ടെ? ഒരു വീട് തരുമോ? ഒന്ന് വലിക്കാന. എന്റെ വീടും പറമ്പും പണയം വെച്ചിട്ടായാലും സാറിന്റെ കാശ് ഞാൻ തരും. എന്റെ മകളെ ഒഴിവാക്കരുത് സാർ. ഞാൻ സാറിന്റെ കാല് പിടിക്കാം. ഇഷ്ടമായോ? കോഴിക്കോടിന്റെ വേറൊരു ശബ്ദമുണ്ട്. ഇദ്ദേഹത്തിന്റെ പേര് പറയണമെന്നില്ല, നിങ്ങൾ കേട്ടാൽ മനസ്സിലാവുന്ന തോന്നുന്നത്. ചെയ്തു നോക്കാം. എന്താണോ? എന്താണ് ചോദിച്ചത്? കേട്ടില്ലേ? മണപ്പള്ളി മാതാനമ്യാർ ആശ്വസന ഓടായിരിക്കുന്നവർക്ക് ഇളഞ്ഞവനാ യവനാ യവൻ പുകപ്പുഴത്ത് ബന്ധനത്തിനാ. അങ്ങനെയാ നാട്ടടപ്പ്. അഭിമാനം ഏടികൊണ്ടാണോ ഇയാൾ മുതലേ കേസ് വരല്ലോ? കേസ് അന്വേഷിച്ച് ശങ്കരനാരായണ ഒരു ലൂപ്പോനുണ്ടാകല കടന്നു പോകാൻ പുറത്ത്. സ്ത്രീകളോടൊരു അഭ്യർത്ഥനയുണ്ട്. അമേരിക്കയിലൊരു ഡോക്ടർ കണ്ടുപിടിച്ചതാണ്, നമ്മൾ ഇങ്ങനെ കൈയടിക്കുമ്പോ കയ്യിന്റെ അടിയിലുണ്ടാകുന്ന ഞരമ്പുകളിലൂടെ രക്തം ഓടിയിട്ട് ശരീരത്തിൽ വ്യാപിച്ചിട്ട് സൗന്ദര്യം ഉണ്ടാവും എന്നാ പറയുന്നത്. പിന്നെ ചേട്ടന്മാരൊക്കെ അങ്ങനെയൊന്നുമില്ല. ഓലിപ്പോ നേരവും ഭാഗി ഓലിക്ക് പൈസ അങ്ങോട്ട് കൊടുക്കേണ്ട ഇങ്ങോട്ട് വെക്കേണ്ട, പയറ്റ് കല്യാണം കുരി അങ്ങനെ പല പ്രശ്നങ്ങൾ. ഇതെല്ലാം കഴിഞ്ഞിട്ട് നിങ്ങളെ പോറ്റണ്ടേ എന്നുള്ള വിചാരം വേറെ. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും നോക്കേണ്ടതെന്ന് വെച്ചാൽ ഞാൻ ഒറ്റയ്ക്ക് നിന്നാൽ കളിക്കുക. സമയം വൈകുന്നറിയാം, എന്നാലും ഉറങ്ങി പോകാന്നറിയാം, എന്നാലും ഉള്ള ആളുകൾ പ്രോത്സാഹിപ്പിക്കുക. വേറെ ഒന്നും ഉണ്ടല്ല, വേറെ ഒന്നുമില്ല. അതുകൊണ്ടാണ് ഞാൻ ഒറ്റയ്ക്കാളുള്ളൂ. അല്ലേ? നിങ്ങൾ ഒരുപാട് ആൾക്കാരില്ല, ഞാൻ ഒറ്റയ്ക്കാളുള്ളൂ. അതുകൊണ്ടാണ്. പിന്നെ നിങ്ങളോട് പറയാനുള്ളത് എന്താ വെച്ചാൽ, ഈ കാലഘട്ടത്തിൽ ഒരു മമ്മൂക്ക ഉണ്ടായിരുന്നു നമുക്ക്. മമ്മൂക്ക എന്ന് പറയുമ്പോൾ അന്നത്തെ മമ്മൂക്ക വളരെ മെലിഞ്ഞ മമ്മൂക്കയാ. ഇപ്പൊ അടുത്ത് വെന്നീസിലെ വ്യാപാരി എന്ന ചിത്രത്തിലൂടെയൊക്കെ മമ്മൂക്ക ഈ കാലഘട്ടത്തെ കാണിച്ചിട്ടുണ്ട്. പക്ഷെ ഈ ചിത്രത്തിലെ പാട്ട് അത്ര വലിയ ക്ലിക്കല്ലാത്തത് കൊണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഇറങ്ങിയ ആൺകിളിയുടെ താരാട്ട് എന്ന ചിത്രത്തിൽ ചിത്രചേച്ചിയും ദാസേട്ടനും പാടിയൊരു പാട്ടുണ്ട്. ഈ പാട്ട് കേട്ടാൽ തന്നെ നമ്മുടെ രോഗം തന്നെ മാറിപ്പോകും. ഐറ്റം നല്ല പാട്ടാണ്. ഇന്ന് നിങ്ങൾ ഇവിടുന്ന് കേട്ടാലും നാളെ യൂട്യൂബിലൂടെ അടിച്ച് നിങ്ങൾ ഈ ഗാനം കേൾക്കുക. മമ്മൂക്ക പാടുമ്പോൾ ഉണ്ടാകുന്ന ഭാവമാണ് ശ്രദ്ധിക്കുന്നത്. എലർജി ഇങ്ങനെയാക്കുന്ന ഇങ്ങനൊന്നും ആക്കാത്ത പണ്ടത്തെ ഒരു മമ്മൂക്കുണ്ട്. നോക്കാം. പാടുമ്പോൾ ഉണ്ടാകുന്ന ചെറിയൊരു ഭാവി എന്ന ചിത്രത്തിലെ ഒരു ഡയലോഗുണ്ട്. ഇത് റേഡിയോയിൽ നമ്മൾ കേൾക്കുന്നതാണ്. ചേട്ടാ, ഏതെങ്കിലും ഒരു കിട്ടുന്നത് ഗാന്ധി എനിക്കും ഞാൻ പുറത്തുനിന്ന് കാത്തിരിക്കുന്ന മരിയ ഫെർണാണ്ടസ് പാവം, അവളെ തന്നെ കാത്തിരിക്കുന്നുണ്ടാവും. നീ പറഞ്ഞില്ലേ ഞാനൊരു ക്രൂരനാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ ആദ്യം കൊല്ലേണ്ടത് നിന്നെയും അവളെ ആയിരുന്നു. ഞാൻ അങ്ങനെ ചെയ്തായിരുന്നല്ലേ? അതെന്തെങ്കിലും ഈശ്വര, ഇന്നലത്തെ അതേ സമയത്ത് തന്നെ ഇന്നും നേരം വെളുത്തു. ഇതെന്തൊരു പരീക്ഷണം! ഇവിടെ എന്തോരം പണികളാണ് എന്റെ ദൈവമേ. മുറ്റം അടിച്ചിട്ടില്ല, പറഞ്ഞിട്ടില്ല, പള്ളി തേച്ചിട്ടില്ല, ഒരു തുള്ളി വെള്ളം തരാൻ പോലും ഇവിടെ ആരുമില്ല. ഭാർഗവ, പ്രഭാകരോ, സോമശേഖരനോടാ വന്നു.
കാമ്പു കണ്ടും കൊതിക്കരുതെന്നാ ചൊല്ല്. എടാ, നിങ്ങളുടെയൊക്കെ അമ്മയുണ്ടായിരുന്നെങ്കിൽ എന്റെ ഊപ്പാട് വന്നേനെ. എന്റെ അച്ഛൻ ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞു ഇവിടെ ഒരു വേലക്കാരിയെ നിർത്തണമെന്ന്. അതേടാ, നിങ്ങൾ തന്നെ അത് പറയണം. എത്ര വേലക്കാരികളെ നിർത്തിയിരുന്ന വീടായിരുന്നു ഇത്. എന്ത് കാര്യം, വേലി തന്നെ വിളവ് തിന്നില്ലേ? അച്ഛന്റെ ഒരു മുടിഞ്ഞ പഴഞ്ചൊല്ലി. ഈ പഴഞ്ചൊല്ലി കാരണം ഇവിടെ വന്ന കംപ്ലീറ്റ് വേലക്കാരികൾ പോയത് അറിയാവാ? വേണ്ട പഴഞ്ചൊല്ലിൽ പതിരില്ല മോനെ. പിന്നെ ഞാൻ നിങ്ങളെയൊക്കെ വിളിപ്പിച്ചത് ഒരു പ്രധാന കാര്യം പറയാനാ. ഇന്നിവിടെ പുതിയൊരു വേലക്കാരി വരുന്നു. കണ്ട എങ്ങനെ പിടിച്ച പിള്ളേര് ചക്കക്കൂട്ടാൻ കണ്ട പോലുള്ള ആക്രാന്തം കണ്ട. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, ഇനി കുരുത്തക്കേട് കാണിച്ച പുറത്താക്കുന്നത് വേലക്കാരി ആയിരിക്കില്ല, നിങ്ങളെ ആയിരിക്കുള്ളൂ. എലി പുന്നല്ലി കണ്ട പോലെ നോക്കി നിൽക്കാതെ പണിക്ക് പോടാ. അവരെ പറഞ്ഞിട്ട് എന്ത് കാര്യം? എന്റെ അല്ലേ മക്കള്. മത്ത കുത്തിയാ കുമ്പളം മുളക്കോ? നമസ്കാരം മുതലാളി, ഞാനാണ് ഇവിടുത്തെ പുതിയ ബാലക്കാരി, വേലക്കാരി. എന്റെ ലൈലാമ്മേ, നിന്നെ പോലുള്ള ഒരു വേലക്കാരിയെ കിട്ടാൻ വേണ്ടി ഞാൻ എന്തുമാത്രം കഷ്ടപ്പെട്ടെന്ന് അറിയാവാ? പിന്നെ നിനക്ക് ഈ പരിസരമൊക്കെ ഇഷ്ടപ്പെട്ടു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് വൃക്ഷലതാദികളാ. പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഫലമൂലാദികളാ. ഒരു കാര്യം പറഞ്ഞേക്കാം, എനിക്ക് 3 മക്കളെ. എന്റെ മക്കളായതുകൊണ്ട് പറയുകയല്ല, ഇത്രയും വൃത്തികെട്ടവന്മാർ ഈ പഞ്ചായത്തിലില്ല. പിന്നെ സൂക്ഷിച്ചും കണ്ട് നിന്ന നിനക്ക് കൊള്ളാം, ഇല്ലെങ്കിൽ നിനക്ക് കൊള്ളും. മുതലാളി പേടിക്കണ്ട, ഞാൻ മുമ്പ് നിന്ന 5 വീട്ടിലും ഇതിലും ഭയങ്കരന്മാരായിരുന്നു. അവരെയൊക്കെ വരച്ച വരയിൽ നിർത്തിയിട്ടുള്ളവളാ ഈ ലൈലാമ്മ. നടക്കട്ടെ, ജോലി നടക്കട്ടെ. ഞാനൊന്ന് കറങ്ങിയേച്ചു വരാം. പിന്നെ നമുക്ക് ഇനിയും പരിചയപ്പെടാനുണ്ട്. ശരി മുതലാളി. ഓ എന്റെ ലൈലാമ്മേ. ഇതാര്? ശാന്തയോ? നീ എന്താ ഇവിടെ? എന്റെ ശാന്ത, ഇതെന്റെ വീടാണ്. ഞാനിവിടെ പുതിയതായി വന്ന വേലക്കാരിയാ. ഓ, ലീവ് എടുത്ത് വന്നത് എത്ര നന്നായി. എനിക്ക് എന്റെ പഴയ ശാന്തയെ ഒന്ന് കാണാൻ പറ്റിയല്ലോ. ഭാർഗവേട്ടനാണോ മൂത്തത്? അല്ല, അച്ഛനാ മൂത്തത്. കുറച്ച് കഴിയുമ്പോ ഞാനും മൂക്കും. അയ്യോ, അതല്ല, തലയ്ക്ക് മൂത്തത്. അത് അനിയനാ. അവൻ 3-4 വർഷമായിട്ട് മരുന്ന് കഴിച്ചോണ്ടിരിക്കല്ലേ. എന്താ ശാന്തേ? മക്കളിൽ മൂത്തത്. അതാണോ? അത് ഞാനാ. ശാന്തേ, നമ്മൾ ആദ്യമായി കണ്ടുമുട്ടിയത് ഓർമ്മയുണ്ടോ? കണ്ടത് ഓർമ്മയില്ല, പിന്നെ മുട്ടിയത് ഓർമ്മയുണ്ട്. അയ്യോ ഭാർഗവേട്ട, പുറത്താരോ വന്നു. ശാന്തേ, ഇതൊന്നും ആരോടും പറയരുത് കേട്ടോ. നമുക്ക് പിന്നെ കാണാം. അയ്യോ, ഇതാര്? സുഷമയോ? അയ്യോ, പ്രഭാകരേട്ടൻ. ഞാനിവിടെ പുതിയതായി ജോലിക്ക് വന്ന പ്രഭാകരേട്ടൻ എന്താ ഇവിടെ? ഇതെന്റെ വീടല്ലടോ. നീ ഇവിടെ വേലക്ക് വന്നതാ. ഇന്ന് നിന്നെ ഞാൻ കൊല്ലു. ഈ പ്രഭാകരേട്ടന്റെ ഒരു സ്നേഹം. പിന്നെ വേലക്കാരിയായിട്ടാണ് നീ എന്റെ അടുത്തൊന്ന് എത്തിയല്ലോ. എനിക്കത് മതി, എനിക്കത് മാത്രം മതി. എനിക്കത് മതി. ആണോ? അതൊക്കെ പോട്ടെ സുസു, നിനക്ക് ഓർമ്മയുണ്ടോ അന്ന് ഓണ ദിവസം ഞാൻ ഫാൻസി ഡ്രസ് മത്സരത്തിൽ ഹനുമാന്റെ വേഷം കെട്ടിയിട്ട് എനിക്ക് 2ാം സമ്മാനം കിട്ടിയത്? അതാ അപ്പൊ കുഴപ്പമായത്. ഏത്? വേഷം കെട്ടാതിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ചേട്ടൻ 1ാം സമ്മാനം തന്നെ കിട്ടിയാനെ. നിന്റെ ഒരു വളിച്ച തമാശ. ഞാനൊരു കാര്യം പറഞ്ഞു. I am very happy. എന്റെ സൂസു, എത്ര കാലമായി നമ്മളിങ്ങനെ നടിച്ചു പൊളിച്ചിട്ട്. അയ്യോ, പ്രഭാകരേട്ടൻ പുറത്താരോ വന്നു തോന്നുന്നു. ആരെങ്കിലും വന്നോ? എന്നാ ഞാനൊരു കാര്യം ചെയ്യാം, അകത്തിരിക്കുക. പിന്നെ സുസു, നമ്മൾ തമ്മിലുള്ള ഈ ബന്ധം ആരും അറിയരുത്. ഞാനകത്ത് കാണും, ഞാനകത്തുണ്ടാവേ, ഞാനകത്തേക്ക് പോവാണേ എന്റെ സുസു.
സോമേട്ടാ, കണ്ണുകേട്ടാ, സോമം, കണ്ണുകേട്ടാ, എന്തായാലും നീ ഇവിടെ വേലക്കാരായിട്ട് വന്നത് നന്നായി. എനിക്ക് നിന്നെ എപ്പോഴും കണ്ടോണ്ടിരിക്കാലോ. അങ്ങനെ പറയരുത് കനകം. നിനക്ക് വേണ്ടി എന്നെ പെറ്റ് വളർത്തിയവരെ പോലും ഉപേക്ഷിച്ച് വരാൻ ഞാൻ തയ്യാറാണ്. ചേട്ടന് വേണ്ടി ഞാൻ പെറ്റ് വളർത്തിയവരെ പോലും ഉപേക്ഷിക്കാൻ ഞാനും തയ്യാറാണ്. അതൊക്കെ പോട്ടെ, എന്തൊക്കെയുണ്ട് കനകം പിന്നെ വിശേഷങ്ങൾ? ചേട്ടാ, നമ്മുടെ പ്രേമ വല്ലരി പൂത്തൊലയുമോ? തൊലയും കനകം, തൊലയും, പൂത്തൊലയും. കനകം, കഴിഞ്ഞതൊന്നും ഞാൻ മറന്നിട്ടില്ല. ഞാൻ അയ്യോ അച്ഛൻ, ഇക്കട്ടയിൽ ഉറുമ്പലിക്കുന്നോടാ. എടാ മക്കളെ, നിങ്ങൾക്ക് മൂന്നാൾക്കും വിവാഹപ്രായം എത്തിയെന്ന് ഈ അച്ഛന് മനസ്സിലായടാ. പക്ഷെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങളെ മൂന്നുപേരെയും നിങ്ങളുടെ അമ്മ ഇരട്ടവറ്റതാടാ. എന്താ കുഴപ്പം? തെറ്റിപ്പോയ? എടാ മക്കളെ, നിങ്ങളുടെ മൂന്നുപേരുടെയും വിവാഹം ഒരേ ദിവസം ഒരേ വേദിയിൽ വെച്ച് നടത്തണമെന്നാണ് ഈ അച്ഛന്റെ ആഗ്രഹം. അച്ഛാ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താടാ? ഞാനൊരു പെൺകുട്ടിയെ സ്നേഹിക്കുന്നു, ശാന്ത. അവളെ മാത്രമേ ഞാൻ കല്യാണം കഴിക്കൂ. ചേട്ടൻ പറഞ്ഞ സ്ഥിതിക്ക് ഞാനും ഇനി ഒന്നും മറച്ചു വെക്കുന്നില്ല. ഞാനും ഒരു പെണ്ണിനെ സ്നേഹിക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ എനിക്ക് വരുത്തിയ ഇഷ്ടമാണല്ലോ കനകം. അത് ശരി. അപ്പൊ കാര്യങ്ങൾ ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ഈ അച്ഛൻ ഒരു പെണ്ണിനെ കെട്ടാൻ തീരുമാനിച്ചു. ഏത് പെണ്ണ്? നമ്മുടെ പുതിയ വേലക്കാരി, ഈ നിൽക്കുന്ന ലൈലാമ്മ. ശാന്തേ, സുഷമേ, കനകം. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. സമയക്കുറവെല്ലാം ഞാൻ കുറച്ച് ഐറ്റംസ് മാത്രമാണ് അവതരിപ്പിക്കുന്നത്. എല്ലാവരും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കണം. ഒന്ന് കൈയടിക്കും. ആദ്യമായി ഒരു കല്യാണ മേളത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുന്നു. ഒരു കുഞ്ഞിനെ ഓർക്കാൻ പാടുപെടുന്ന അമ്മ. മലയാള സിനിമയിലെ ഒരു ഹാസ്യ നടി കൽപ്പന. എന്റെ വിളിയുമ്പോൾ സ്വാമി ഇതിനോട് പറഞ്ഞ മനസ്സിലാക്കത്തില്ലയോ? ഇതിനോട് ജീവിച്ചിരിക്കും ഒയ്യ്, എവിടെ തന്നെ കണ്ണാട കടിക്കുന്നതിരിക്കും ഒയ്യ്, റീമയിലാണ്ട് ചോദിക്കുമോ എന്നിട്ട് പോയില്ലേടാ മെമ്പെങ്കിമാരും, എനിക്ക് വയ്യ. നന്ദനം എന്ന ചിത്രത്തിലൂടെ പ്രശസ്തി നേടിയ നടി നവ്യ നായർ. ഒരു പാഴ്മുഖം എന്റെ പൊട്ട മനസ്സിൽ തോന്നിയപ്പോ ഞാനോട് ഇന്നിട്ടാ വന്നത്. എന്തിനായിരുന്നു ഈ പാവം പെണ്ണിനെ സ്വപ്നം കാണിച്ചത്? എന്നും കെടാണ്ട് ഞാൻ ഇത്തിരി തെളിക്കണതാ. ഞാൻ ഇത്തിരി തെളിക്കില്ല. എടുത്താക്കിയിട്ട് വെളിച്ചത്തിൽ നിശ്ചയിക്കണ്ട. എനിക്ക് കാണാൻ ഈ മുഖം. അടുത്തായി ഇപ്പോഴത്തെ നമ്മുടെ പ്രതിപക്ഷ നേതാവും മുൻ മുഖ്യമന്ത്രിയുമായിരുന്ന ശ്രീ PS അച്യുതാനന്ദൻ.
വളരെ വ്യക്തവും ശക്തവുമായി പറയുകയാണെങ്കിൽ ഈ കേബിൾ വിഷന്റെ വാർഷികാഘോഷത്തിന് എന്റെ എല്ലാവിധ അഭിവാദ്യങ്ങളും നേരുന്നു. നമ്മെല്ലാം വിട്ടുപിരിഞ്ഞ ലീഡർ ശ്രീ കെ കരുണാകരൻ. എന്റെ അഭിലാഷം എന്ന് പറയുന്നത് എന്റെ മോനെ തിരുമന്ത്രായി കാരണമെന്താണ്? അത് സാധിച്ചില്ല. ജയ് ഗുരുവായൂരപ്പ. മലയാള സിനിമയിലെ കൽപ്പനയെ പോലെ മറ്റൊരു ഹാസ്യ നടി ബിന്ദു പണിക്കർ. ഏട്ടാ അശോക, നിനക്കറിയോ പണ്ട് ഞാൻ കോളേജിൽ പഠിക്കുമ്പോ എനിക്കായിരുന്നു ക്ലാസ്സിൽ ഫസ്റ്റ്. പക്ഷെ റിസൾട്ട് വന്നപ്പോ ഞാൻ തോറ്റു. അതെങ്ങനെയാ? അവറ്റകൾക്ക് എന്നോട് സ്നേഹമില്ലല്ലോ. എന്താരും ഒന്ന് കൈയടിക്കത്, ഒന്ന് കൈയടിക്ക. അടുത്തായിട്ട് മലയാള സിനിമയിൽ ഒരു വേറിട്ട ശബ്ദത്തിന്റെ ഉടനായ നടൻ ശ്രീ ജനാർദ്ദനൻ. നശിപ്പിച്ചു പട്ടച്ചാരായം കൊണ്ട് കൊട്ടാരം നശിപ്പിച്ചു. തമിഴിലെ സൂപ്പർ സ്റ്റാർ വിജയ്. നമുക്ക് മുന്നോടി നോട്ടം തന്ന സ്വന്തം സേക്കട മുന്നോടിയാണ് നമുക്കൊന്ന് പോലീസുകാർ പൊത്തത്. മലയാള സിനിമയുടെ കാരണവരായ ശ്രീ KTS പഴമയിൽ. എന്റെ മകനാണ് ഇവൻ, ഇവന്റെ മകനാണ് അവൻ, അവന്റെ മകനാണ് വീരേന്ദ്രൻ. അവസാനമായിട്ട് ഒരൈറ്റം കൂടി അവതരിപ്പിച്ച് ഞാൻ നിർത്തുകയാണ്. ഇപ്പൊ എല്ലാവരുടെ കയ്യിലും മൊബൈൽ ഫോണുകൾ ഉണ്ടാവുമല്ലോ. നമ്മൾ റേഞ്ച് ഇല്ലാത്ത ഒരു സ്ഥലത്തേക്ക് വിളിക്കുകയാണെങ്കിൽ നിങ്ങൾ വിളിക്കുന്ന സബ്സ്ക്രൈബർ പരിധിക്ക് പുറത്താണ്, ദയവായി അല്പസമയം കഴിഞ്ഞ് വിളിക്കുക എന്ന് പറയും. നമ്മൾ റേഞ്ച് ഇല്ലാത്ത ഒരു സ്ഥലത്തേക്ക് വിളിക്കുകയാണെങ്കിൽ അവിടുത്തെ ആൾക്കാരുടെ ശൈലി എങ്ങനെ പറയുമെന്ന് നോക്കാം. തിരുവനന്തപുരം ജില്ലയിലേക്ക് വിളിക്കുകയാണെങ്കിൽ അപ്പി എന്തിനു പറയാൻ, എത്ര നേരായിട്ട് പറഞ്ഞു റേഞ്ചിലെന്ന് തള്ളെ കളിപ്പ് തീരല്ലോ എന്ന് പറയും. തൃശൂർ ജില്ലയിലേക്ക് വിളിക്കുകയാണെങ്കിൽ ഹൈ എന്തുട്ട ശബി, എത്ര നേരിട്ട് പറഞ്ഞ റേഞ്ചിൽ മോദിക്കിട്ട് കീറാണ്ടതിന് മുതൽ ഷേപ്പണ് മാറ്റാ എന്ന് പറയും. മലപ്പുറം ജില്ലയിലേക്ക് വിളിക്കുകയാണെങ്കിൽ എവിടുക്കാടാ ഹംകെ ജില്ലക്ക് കൂട്ടുന്നത് 6 മാസം എന്ന് പറയും. എനിക്ക് ഇങ്ങനെ ഒരു വേദി തന്ന ഇതിന്റെ സംഘാടകരോടും എല്ലാവരോടും എൻ്റെ ഹൃദയംഗമമായ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. നന്ദി. നമ്മുടെ ഏഷ്യാനെറ്റ് ചാനലിലെ വില്ലും താരം റിയാലിറ്റി ഷോയിലെ വിന്നറാണ് നമ്മുടെ അഖില്. പിന്നെ ഒരുപാട് സ്റ്റേജിൽ ഇപ്പൊ പരിപാടി അവതരിപ്പിക്കുന്നുണ്ട്. കലാഭവനില് അഡ്മിഷൻ കിട്ടിയോ? പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ? ശരി, ഓൾ ദ ബെസ്റ്റ് അഖിൽ. അഭിനയത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. നമുക്കറിയാം, ഗൾഫിൽ നിന്ന് കഷ്ടപ്പെട്ട് പണം സമ്പാദിച്ചു വരുന്നവരെ പിഴിയാൻ നിൽക്കുന്ന ഒരുപാട് നാട്ടുകാരും വീട്ടുകാരും തന്നെയുണ്ട്. നമുക്ക് ഒന്ന് അത്തരം ഒരു ഗൾഫുകാരുടെ വീട്ടിലേക്ക് നമുക്കൊന്ന് പോയി നോക്കാം. നിങ്ങൾ ഇവിടെ പേപ്പർ വായിക്കുമെന്ന് ആ ചക്ക നിങ്ങൾ ഞാൻ ഗൾഫിൽ വന്നിട്ട് നല്ലൊരു കൂട്ടാനും കുട്ടികളുടെ ചോറ് കൊടുത്താ നിങ്ങൾ ആ മാർക്കറ്റ് പോയിട്ട് വല്ല അച്ഛൻ മീൻ എന്തെങ്കിലും മേടിച്ചിട്ട് വന്നാട്ടെ. നിങ്ങൾ എന്താ മാർപ്പ കളിച്ചു കൂട്ടുന്നു?
എണ്ണ വേണ്ടാറ്റ മോഴിക്ക് രാവിലെ തന്നെ തുടങ്ങി ഇവിടെ പണ്ടാര. ഓൻ എണീറ്റില്ലല്ലോ, ഇന്നലെ വന്ന് കീരിച്ചല്ലേ ഉള്ളൂ. എന്നാ വേണ്ടാറ്റ മോഴിക ഓൻ്റെ അനിയനോട് പറഞ്ഞു. പോയെന്നെ കഴിഞ്ഞ പ്രാവശ്യം ഏട്ടൻ പോകുമ്പെന്നാ പറഞ്ഞു ടിവിയും സീഡിയും കൂടെ കൊണ്ടുതന്നെണ്ടാവും, എല്ലാം കൊണ്ടുതന്നെണ്ടാവും. അല്ല നേരെ അങ്ങ് ഓളെ വരക്ക് അയച്ചിട്ട് നേരെ ഇങ്ങോട്ടേക്ക് വന്നിരിക്കും. നല്ലോണം ഉരുട്ടി തിന്നിട്ട് അങ്ങ് ഭാര്യ വീട്ടിലോട്ട് പോകാൻ പറഞ്ഞു കേട്ടാ. ആങ്ങളെ വന്നു പറഞ്ഞ പെങ്ങള് വരാതിരിക്കില്ല. ഇതാ പെങ്ങള് നെത്തി. എന്നാലും ഏട്ടൻ വന്ന കാര്യം നിങ്ങൾ ആരെങ്കിലും ഒന്ന് എന്നോട് പറഞ്ഞ ഇതന്നെ ഇന്നലെ ചെക്കൻ്റെ അച്ഛൻ നീന്ന് കളിച്ചു കൂട്ടുന്നു. ഇതന്നെ ഇന്നലെ ചെക്കൻ്റെ അച്ഛൻ പീഡിക്കുന്നൊക്കെ അറിഞ്ഞിട്ട് ഞാൻ അപ്പാട് മോനെയും കൂട്ടി ഞാൻ തന്നെ കളയണം. എന്നാലും നിങ്ങൾക്കൊന്ന് പറഞ്ഞോടെ നോട്ടെ, അമ്മക്കെങ്കിലും ഒന്ന് പറഞ്ഞോടെ. ഓ ഏട്ടനെ ഇന്ത്യനെ പറയാൻ വെക്കുന്ന ഏട്ടൻ എണീച്ചല്ല. ഏട്ടാ മോയെ എല്ലാരും പറയും മോനെ അമ്മാവിന്റെ കാര്യം എങ്ങനെയാണ്. പിന്നെ ഏട്ടാ മോന്റെ പിറന്നാളാണ് അടുത്ത ഞായറാഴ്ച. എല്ലാരും പറഞ്ഞു വീട്ടിൽ നിന്ന് ചോറ് കൊടുക്കാം. ഞാൻ പറഞ്ഞു അത് പറ്റൂല, ഏട്ടൻ ഗൾഫിൽ നിന്നെല്ലാം വന്നിട്ട്. പിന്നെ ഞാൻ പറഞ്ഞു ഒരു വണ്ടിയും പിടിച്ച് എല്ലാവർക്കും ഗുരുവായൂർ പോയിട്ട് ആടുന്ന് ചോറും കൊടുത്തിട്ട് വീട്ടിൽ വന്നിട്ട് എല്ലാവർക്കും സദ്യ. എല്ലാ ഏട്ടന്റെ ചെലവാണ് കേട്ടോ. രാവിലെ കഴിഞ്ഞാലേ ഇനി നിന്റെ കുട്ടീന്റെ പിറന്നാളിന്റെ പേരും പറഞ്ഞിട്ട് ഓന്റെ അടുത്ത് ഒരു 5 പൈസ ചെലവൊക്കെ ഞാൻ സമ്മതിച്ചു. ആദ്യം പറഞ്ഞേക്കാം, ഓനും ഇപ്പൊ ഒരു കുടുംബമല്ലായിട്ട് കഴിഞ്ഞാന്ന് നീ ആയി അതിന്റെ പാഠം. എനിക്ക് ഇപ്പൊ ഒരു കുടുംബവും ഇതെല്ലാം ആയില്ല. ഇനി അവരവരായി അവരവരെ പാഠം. അയൽവക്കക്കാരിൽ ഒരാളെങ്കിലും വരാതിരിക്കില്ല. ഇതാ അടുത്ത വീട്ടിൽ നാണിത്തം. പിള്ളേര് കളിക്കുമ്പോ പറഞ്ഞതാണ്. ഞാൻ അപ്പാടി ഇങ്ങോട്ട് വന്നു. കഴിഞ്ഞ പ്രാവശ്യം പാർപ്പാകരം ഗൾഫിന്ന് വന്നേനോ എന്തെല്ലാം തുണിത്തരങ്ങളാ തന്നേ. ഈ പ്രാവശ്യം ഒന്നും കൊണ്ടുവന്നില്ല നാളത്തുള്ള. നിങ്ങൾക്ക് അറിയുന്നില്ലേ ഗൾഫിൽ ഓരോ പ്രശ്നമില്ലായിട്ട് ഓൻ ഇങ്ങോട്ട് വന്നു. അവിടെ ജയിലിൽ ആകെ തന്നെ എന്തോ ബാക്കിയെന്നാ പറഞ്ഞത്. നിങ്ങൾക്ക് അറിയുന്നില്ലേ ഒന്നും കൊണ്ട്. പിന്നെ ഇപ്പം കൂടുമ്പോ ഇതാ മകളെല്ലാം കഴിഞ്ഞിട്ട് പോയതല്ലേ, ഒന്നുമില്ലപ്പ. കഴിഞ്ഞ പ്രാവശ്യം പാർപ്പാകരം തുണിത്തരങ്ങളെല്ലാം തരുമ്പോ ഇന്ത്യന്റെ മോഹൻ ഞാൻ കണ്ടതല്ലേ. ഗൾഫിന്റെ പവർ പണം പിടിക്കൂല, പണം പിടിക്കൂല. അതുപോലെ തന്നെ പിഴിയാൻ നിൽക്കുന്ന ചില സംഘടനകളുണ്ട്, ഉത്സവ കമ്മിറ്റി. ഇതാ അവരും എത്തി. ഈ പ്രാവശ്യം അത് പറഞ്ഞപ്പോലെ ഗൾഫിൽ സൗദി ഇതെല്ലാം നല്ലോണം പാലിച്ച് വന്നിരുന്ന് പറഞ്ഞു കേട്ട് ഒരു പ്രോഗ്രാം സ്പോൺസർ ചെയ്യണം കേട്ടാ. കണ്ടില്ല സുഹൃത്തുക്കളെ, ഇതാ പ്രഭാകരന്റെ ഒറ്റ പ്രാർത്ഥന. ദൈവമേ, ആ ഗൾഫിൽ നിന്നിട്ട് ഏതെങ്കിലും സൗദിന്റെ അടികൊണ്ടിട്ട് ജയിലിൽ കിടന്ന് ചാകുന്ന ഈനാക്കണം നല്ലത്. അടുത്ത സുഹൃത്തുക്കളെ, മിമിക്രി അനുകരണത്തിന് ചെറിയ താല്പര്യമുണ്ടാവും. ഇതാ കുറച്ച് നടന്മാരുടെയും കുറച്ച് അനുകരണത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. മാന്യ പ്രേക്ഷകർക്ക് കണ്ണാടിയിലേക്ക് ഹാർദമായ സ്വാഗതം. കണ്ണാടിയിൽ ഞാൻ ഇന്ന് ചില സിനിമാ താരങ്ങളെ പരിചയപ്പെടുത്തുകയാണ്. ആദ്യമായി എത്തുന്നത് ഇന്ദ്രജിത്ത്. പ്രതി ക്വസ്റ്റ്യൻ ചെയ്ത് 10-15 സർവീസിൽ ഇങ്ങനെയാണ് നമ്പരിച്ച പ്രതി ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. ഇതാരാ? പിള്ളച്ചന്റെ മോളെ പിടിച്ച് തമാശ കൊണ്ട് പെണ്ണു. നീയാണോടാ മീശ മാധവൻ? നാളെ വരുമ്പോഴേ നിന്റെയും മീശ അങ്ങോട്ട് വടിച്ചിട്ട് വന്നാ മതി. ക്ലീൻ ഷേവ് കേട്ടോടാ. അടുത്തതായി കണ്ണാടിയിൽ പരിചയപ്പെടുന്നത് നരേന്ദ്ര പ്രസാദ്.
അടുത്ത ജനാർദ്ദനൻ. അടുത്തതായി ബാലചന്ദ്ര മേനോൻ. എന്റെ അമ്മയാണ് സത്യം. എന്തിനാണ് ജനറേറ്ററിന്റെ അടുത്ത് പോയത്? റസിയ, നിന്നെ പറയാതെ ഞാൻ വിടില്ല. അടുത്ത എന്ന പിള്ള. ഈ മുട്ടത്തിൽ വിട്ടുകൊണ്ട് പെട്ടെന്ന് അടുത്തതായി നമ്മുടെ ഗംഭീര നടൻ മധു. ഞാൻ പോയാൽ നീ കടാപ്പുറം കുട്ടിച്ചൂടാക്കും എന്നെനിക്കറിയാം. ഞാനില്ലെങ്കിലും ഈ കടാപ്പുറത്ത് മാനസമണിയെ പാടി നടക്കും എന്നെനിക്കറിയാം. നീ അത് മാറ്റി ലജ്ജാവതി പാടി നടന്നാലും എനിക്ക് ചുക്കും പറയില്ല. അടുത്തതായി ബാബു നമ്പൂതിരി. പൊറോട്ട എന്ന് കേട്ടപ്പോഴേ എന്റെ കരണ്ട് തടിച്ച എനിക്ക് തോന്നിയത്. അമേരിക്കൻ മാവ് അടിച്ച് പരത്തി ഉണ്ടാക്കുന്ന ഈ സാധനം എങ്ങനെയാണ് ഞാൻ എന്റെ കുട്ടികൾക്ക് കൊടുക്കുക? എന്റെ പൂർണ്ണത്രേശ കെട്ടിക്കാണുന്ന 2 പെൺമക്കളെ എന്ത് കൊടുത്തിട്ടാ ഞാൻ പറഞ്ഞേക്ക്? ശംഭോ മഹാദേവ. അടുത്ത ലാലു അലക്സ്. എന്ത് മന്ത്രമാണോ താനെ വിളിച്ചു വളർത്തുന്നേ? ഈ പോലീസുകാർ കാണുന്നുണ്ടെന്നാണ് എപ്പോഴും എന്റെ സൂസി പറയാറുണ്ട്. പോടൂ. അടുത്തതായി ജോസ് പ്രകാശ്. ഞാൻ നിന്നെ കാര്യം എന്നെ പയ്യാമ്പഴി കടപ്പെട്ട് നമ്മുടെ ഓടി വരുന്നുണ്ട്. അത് നീ എന്റെ ഗോഡൗണിൽ എത്തിച്ചാൽ നിനക്ക് ഒരുപാട് പരിഹാരം തരും. അല്ലെങ്കിൽ മരിച്ചാണ് സംഭവിക്കുന്നെങ്കിൽ എന്റെ മുതല കുഞ്ഞുങ്ങൾക്ക് നിന്നെ ഞാൻ പരിഹാരമാക്കും. അടുത്തതായി കമല ഹാസൻ. இந்த வேதியில் இருக்கிற அத்தனை பேருக்கும் என்னோட நமஸ்காரம். உலக நாயகன் எல்லாமே நீங்கள் தானே என்னை பற்றி கேள்விப்பட்டது. நான் எதசாவதாரம் எல்லாமே நீங்களெல்லாம் நல்லா பார்த்துருக்கும். அந்த மாதிரி எல்லா படத்தையும் பார்த்து எங்கிட்ட ஆசீர்வாதம் பண்ணணும்னு ஆசைப்படுறேன். நன்றி, நமஸ்காரம். അടുത്തതായി അവസാനമായി ഞാൻ വേദിയിൽ പരിചയപ്പെടുന്നത് നമ്മുടെ നിത്യഹരിത നായകൻ പ്രേം നസീറിനെയാണ്. പ്രേം നസീർ. മണ്ടിപ്പെണ്ണേ അന്നിന്റെ കുണ്ടിക്കുരൻ. നിനക്ക് വേണമെന്നില്ല, ഞാനൊരു പാട്ട് പാടിത്തരാം. അപ്പങ്ങളെ പാടും മവട്ടക്ക് ചുട്ടമ്മായി, അമ്മായി ചത്തത് മറുമണി അല്ല, അമ്മായി ചുട്ടത് മറുമണിക്കായ. കണ്ണാടി ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം. നമ്മൾ തന്ന സംവിധായകരാണ് സിദ്ദിഖ് ലാൽ. അതിലെ ലാൽ നല്ലൊരു നടനായി, സിദ്ദിഖ് സാറ് മികച്ചൊരു സംവിധായകനായി അദ്ദേഹത്തിന്റെ കഴിവ് അങ്ങ് ഹിന്ദിയിലാണ് പ്രകടിപ്പിച്ചിരുന്നു.
അദ്ദേഹം മഴവിൽ മനോരമ എന്ന ചാനലിൽ കോമഡി ഫെസ്റ്റിവൽ എന്ന പ്രോഗ്രാമിൽ ഒരു ടീമിന്റെ പെർഫോമൻസ് കഴിഞ്ഞാൽ എങ്ങനെയാണ് അത് ജഡ്ജ്മെന്റ് ചെയ്യുന്നത്, അദ്ദേഹത്തിന്റെ ആ ജഡ്ജ്മെന്റ് ചെയ്യുന്ന രീതി നമുക്ക് നോക്കാം. വളരെ നല്ലൊരു പെർഫോമൻസ് ആണ് ജോബി കാഴ്ചവെച്ചത്. കുറച്ചും കൂടി നന്നായിട്ട് ചെയ്തിരുന്നെങ്കിൽ അത് കുറച്ചും കൂടി നന്നാക്കി ശ്രദ്ധിക്കാമായിരുന്നു. പ്രത്യേകിച്ച് ആ ഫീമെയിൽ പോർഷൻ വരുമ്പോൾ ആ ഫീമെയിൽ പോർഷൻ നന്നായിരുന്നു. സുരാജ് പറഞ്ഞത് കറക്റ്റാണ്, ഉർവശി ചേച്ചി പറഞ്ഞതും കറക്റ്റാണ്. പക്ഷെ എന്താണെന്ന് അറിയുന്നില്ല, നിങ്ങൾക്ക് എവിടെ ഒരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. അത് ഒന്നുകൂടി കറക്റ്റായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത എപ്പിസോഡിൽ നല്ല മാർക്കോട് കൂടി തന്നെ മുന്നേറാമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെയാണ്. അപ്പോൾ അടുത്ത പെർഫോമൻസിൽ നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. താങ്ക് യു. പിന്നീട് വന്നത് മാനത്തെ കൊട്ടാരം എന്ന ചിത്രത്തിൽ ഒരു മാപ്പ് കച്ചവടക്കാരനുണ്ടായിരുന്നു. അദ്ദേഹം ആരാന്നറിയോ? തെങ്കാശിപട്ടണം എന്ന ചിത്രത്തിൽ ഗാനമണ്ഡലത്തിന്റെ മാനേജറായിട്ട് വന്നിരുന്നു കലാഭവൻ നാരായണൻകുട്ടി. അദ്ദേഹത്തിനോട് പ്രോഗ്രാം ചെയ്യുന്ന ഒരു വ്യക്തി കൂടിയാണ് ഞാൻ. അദ്ദേഹത്തിന്റെ ശബ്ദം. എന്റെ പൊന്നമ്മച്ചി, കുന്നോളത്തിന്റെ മാപ്പുള്ള കുന്നോളത്തിന്റെ മാപ്പ് ഇല്ലെന്ന് ഈ ഒരു സസ്പെൻഷൻ കൂടി കഴിഞ്ഞാൽ എന്റെ ഭാര്യ പാലക്കാടിക്ക് വേണമെന്നാ പറഞ്ഞിരിക്കുന്നു. കുടിക്കണം നല്ല ആഗ്രഹമുണ്ട്, പക്ഷെ കുടിക്കാൻ പറ്റില്ല. മോളെ സംഗീത ഒരു പാട്ട് പാടും മോളെ. ഒക്കെ വേണ്ട. താങ്ക് യു. പിന്നീട് മലയാളത്തിന്റെ ജനപ്രിയ നടൻ ദിലീപ്. പരിഹസിക്കരുത്, എനിക്ക് കുട്ടി ഇഷ്ടമായി, ഒരുപാട് ഇഷ്ടമായി. ഇഷ്ടമാണെങ്കിൽ ഇഷ്ടമാണെന്ന് പറയൂ, എനിക്ക് ഇഷ്ടമല്ല അങ്ങനെ പറയരുത്. കഴിഞ്ഞ 5 വർഷമായി കുട്ടിയുടെ പുറകിൽ ഞാൻ നടക്കാൻ തുടങ്ങിയിട്ട്. ഈ 5 വർഷം LLBക്ക് പഠിച്ചെങ്കിൽ വക്കീലായനെ, MBBS പഠിച്ച ഡോക്ടറായനെ, എന്തിന് ജയിലിൽ കിടന്ന് ഞാൻ റിലീസായനെ. അമ്മേ വാസുവേട്ടൻ വെറുതെ ഇരുന്ന് പറഞ്ഞു കൊടുത്തുകൂടി. എന്താ അത്? ഹായ് പാക്കര, അടുത്തത് ഒരു കാലഘട്ടത്ത് സിനിമയുടെ യൂണിവേഴ്സൽ ഹീറോ എന്നറിയപ്പെടുന്ന ഒരു നടനായിരുന്നു കമൽ ഹാസൻ. അദ്ദേഹം അഭിനയിച്ച ഒരു പ്രശസ്തമായ തമിഴ് സിനിമയാണ് ഗുണ. അതിൽ അദ്ദേഹവും ജാനകമ്യയും ചേർന്ന് ആലപിച്ചൊരു ഗാനമുണ്ട്. ന്യൂ ജനറേഷൻ ഈ പാട്ട് കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, എങ്കിലും ചിലരുടെ മനസ്സിലെങ്കിലും അത് തങ്ങി നിൽക്കുന്നുണ്ടാവും. കമലഹാസനും ജാനകിയും ചേർന്ന ഒരു ഗാനത്തിന്റെ അല്പം. കൺമണി അൻപോട് കാതലൻ நான் எழுதும் கடிதம் இல்ல லெட்டர் இல்ல கடிதாசி. ഹലോ ചേട്ടാ, അല്ല ഒന്നും പറയാ. ഒരു അനൗൺസ്മെന്റ് ഇന്റർവ്യൂ നടക്കുന്നുണ്ട്. എങ്ങനെ ചേട്ടാ? ഇന്റർവ്യൂ അല്ല, ഇന്റർവ്യൂ. അത് തന്നെ ചാനലിന്റെ. ശരി, അങ്ങനെ കേട്ടിട്ട് അങ്ങനെ കേട്ടിട്ട് വരുമ്പോ ആദ്യം എന്തെങ്കിലും ഒന്ന് പറയണം. പെട്ടെന്ന് വന്നിട്ട് നിങ്ങൾ ചെയ്താട്ടപ്പോ ഞാൻ വിചാരിച്ചെന്താണ് ഇൻട്രസ്റ്റ് ഉണ്ട്. ഓക്കെ ചേട്ടാ, ഇതൊന്നും അല്ല ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് മിമിക്രിയാണ്. അതെ, മിമിക്രി. അതെ. അപ്പൊ ചേട്ടാ എന്താ പേരെന്താ? എന്റെ പേര് കുഞ്ഞാലി. എവിടെയായിരുന്നു? ബംഗാളിന്ന്. എന്താ ജോലി? എന്താ? കങ്ങാലിന്റെ പണിയാണ്. കന്നാലിന്റെ പണിയല്ലേ? അത് കണ്ടപ്പോ 10 വർഷമായിട്ട് വാർക്കപ്പണിന്റെ കൈപ്പണിയായിട്ട് 20 വർഷമായിട്ട് വാർക്കപ്പണിന്റെ കൈപ്പണിയായിട്ട് നടക്കുകയാണ്. എന്താ ചേട്ടാ മെയിൻ പണിക്കാരനാവാത്ത? എന്താ മെയിൻ പണിക്കാരനാണെങ്കിൽ വെയിൽ കൊള്ളണം, വെയിൽ കൊള്ളണം. പിന്നെ പണിക്കാരെ കണക്കെടുക്കണം, കമ്പീന്റെ കണക്കെടുക്കണം. ഇതൊന്നും പോരായിട്ട് 10-50 ആളെ കൂടി വൈകുന്നേരം കണക്കാരനോടൊക്കെ ഞാൻ ഒപ്പിച്ചു കൊടുക്കാൻ പറഞ്ഞാൽ ഭയങ്കര കഷ്ടപ്പെട്ടു. ഭയങ്കര കൂലി ഒന്നിച്ചു തരുമ്പോ ഇത് കണക്കൂട്ടി കൊടുക്കാൻ പറയുന്നതാണ് ഏറ്റവും വലിയ പാട് അല്ലേ? വൈകുന്നേരമാകുമ്പോ രാവിലെ തൊട്ട് വൈകുന്നേരമാകുമ്പോ മുട്ടിനടി കൂടെ ഇങ്ങനെ കറങ്ങി കളിച്ചാല് 10-750 ഉറുപ്പിയും ചെലവും കിട്ടുമല്ലോ. ഇതാകുമ്പോ വൈകുന്നേരം വരെ മുത്തിന്റെ അടി കൂടി തിരിഞ്ഞു കളിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കൂലി കിട്ടും. മറ്റേതാകുമ്പോ ടെൻഷനാണെന്ന്. ഓക്കെ. ചേട്ടാ പിന്നെന്താന്നറിയോ, ഈ ബംഗാളീസ് ഉണ്ടല്ലോ, ബംഗാളീസ് വന്നുകൊണ്ട് നമ്മുടെ പണി കൂടുതലാണോ കുറവാണ്? പണി കൂടുതലാണ്. പക്ഷെ എല്ലാരും പറയുന്നത്, ഇവിടെയുള്ള എല്ലാരും പറയുന്നത് എന്താന്ന് പറഞ്ഞാല് ബംഗാളീസ് വന്നുകൊണ്ട് നമുക്ക് പണി കുറഞ്ഞു പോയി എന്നുള്ളൊരു കംപ്ലൈന്റ് ആണ്. പണി കൂടുതലാണ്. അതെന്താ പണി കൂടുതൽ? ഇങ്ങനെ പണിക്ക് പോവുക ബംഗാളീസിന്റെ കൂടെ.
പണിക്ക് പോവുക. ആ എന്നിട്ട് അപ്പൊ ഞാൻ ചെയ്ത് ആ അടിപൊളിയായിട്ട് 10-50 ചാക്കിന്റെ സിമെന്റൊക്കെ ഇട്ട് ആ വാർപ്പങ്ങ് കഴിച്ചു അങ്ങനെ ക്ഷീണിച്ച് പുറേ വന്ന് കുത്തിരിക്കുക. ക്ഷീണിച്ച് പുരയിൽ വന്ന് കുത്തിരിക്കുക. അന്നേരം പെട്ടെന്നൊരു ഫോൺ കോള്. ആ ശരി, വാർപ്പ് നന്നായിരുന്നു. സമ്മാനം ഈ വാർപ്പ് കഴിഞ്ഞ വൈകുന്നേരം ഒരു കുപ്പീന്റെ പരിപാടിയൊക്കെ അതിനു വേണ്ടി വിളിച്ചതായിരിക്കും. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ അത് ചെന്ന് നോക്കിയതല്ലേ കുത്തും വാർപ്പ തപ്പാട് നിലത്ത് കിടക്കുക. കുത്തും വാർപ്പൊക്കെ അപ്പാട് നിലത്ത് കിടക്കണേ. എന്താ സംഭവിച്ചു? സംഭവം എന്ന് പറഞ്ഞാല് ഞങ്ങള് അടിപൊളിയായിട്ട് വാർപ്പ് ഈ വാർപ്പിന്റെ മുകളില് ഈ പലകയുടെ മുകളില് കമ്പിയൊക്കെ കെട്ടിയിങ്ങനെ നിരത്തിയൊക്കെ സംവിധാനം പലകൊക്കെ അടിച്ച് കമ്പിയൊക്കെ കെട്ടിയിട്ടാണ് നമ്മൾ വാർക്കുക. ഇതെന്ത് ചെയ്ത് ഇതെടുത്ത് പൊരേന്റെ വേഗ കൊണ്ടച്ച് അവിടെ കൊണ്ടച്ച് ഇത് ഇല്ലാണ്ടല്ലേ വാർത്തയും ഈ കമ്പി കെട്ടാതെയാണ് വാർത്തത്. ഞാൻ പിന്നെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അത് ഇടിഞ്ഞു പൊളിഞ്ഞു വീണേൽ യാതൊരു സംശയമില്ല. മുതലാളി തന്നെ പാവപ്പെട്ടവനാണ്. നിങ്ങളുടെ മുതലാളി പാവപ്പെട്ടവനാണ്. അത് ഇത് കണ്ടപ്പോ മനസ്സിലായി. അയാൾ അല്ലെങ്കിലും പാവപ്പെട്ടവനായി പോകും. എന്നിട്ട് അങ്ങനെ മൂപ്പറിപ്പോ നമ്മളെ അയൽവക്കത്ത് വേറൊരു പൊരേന്റെ വീണിട്ട് ആടെയാണ് വെച്ചു. നിങ്ങൾ അയൽപക്കത്ത് വേറൊരു കുറെ ഇതുപോലെ വീട്ടുണ്ട്, അവിടെയാണുള്ളത്. തന്നെ അങ്ങോട്ട് വിളിക്കും. എന്നാ പിന്നെ മൂപ്പർക്ക് പണി തീരാത്ത നേരം ഉണ്ടാകില്ല. നിങ്ങളെ വിളിക്കും. എന്തിന് നിങ്ങളെ വിളിച്ചിട്ട് ഇനി അടുത്ത വീട് കൂടി വീട്ടു പോകണം. ചേട്ടാ, ഇത് വാർക്കപ്പണിക്കാർക്കുള്ളതല്ല. ഇത് മിമിക്രി മിമിക്സ് ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടിയുള്ള ഒരു ഇന്റർവ്യൂ ആണ്. ചേട്ടാ, വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും മിമിക്രി ചെയ്യോ? വെറുതെ ഇങ്ങനെ വന്ന് നിൽക്കുകയാണ്. വെറൈറ്റി അതാണ് നമുക്ക് വേണ്ടത്. എന്താ ഉള്ളത്? എന്തായാലും വേണ്ടി അനുഭവിക്കാണ്. അനുകരിക്കാം. മിമിക്രി മിമിക്രി ചെയ്യാ. ഒരു ഗാനമേള തുടങ്ങുമ്പോ ഒരു വെസ്റ്റേൺ മ്യൂസിക് കാര്യങ്ങളൊക്കെ ഉണ്ട്. മ്യൂസിക് കാര്യങ്ങളുണ്ട്. അതൊന്ന് കൈയടിക്കണേ. കൈയടിക്കും. അത് വളരെ വെറൈറ്റി ആയിട്ടുണ്ട്. അടുത്തതായിട്ട് എന്താണ് വ്യത്യസ്തമായിട്ടുള്ളത്? വെറൈറ്റി അതാണ് നമുക്ക് വേണ്ടത്. ഈ പഴയ കാലത്ത് മരത്തിന്റെ കപ്പി ഉപയോഗിച്ചുകൊണ്ട് കിണറിൽ നിന്ന് വെള്ളം, ചെറിയ കുട്ടികൾ ആരും കണ്ടിട്ടുണ്ടാവില്ല. അതിന് ശബ്ദമാണ് ചെയ്യാൻ പോകുന്നത്. എല്ലാവരും ഒന്ന് നന്നായി കൈയടിക്കുക, നന്നായിട്ടുണ്ടെങ്കിൽ. ഓക്കെ, അതെ, നന്നായിട്ടുണ്ട്. അടുത്തെന്താ വെറൈറ്റി ആയിട്ടുള്ളത്? വെറൈറ്റി ആണല്ലോ. ഇരുമ്പിന്റെ കമ്പി. ഇരുമ്പിന്റെ കപ്പി. ആ, അതെ. അടുത്തതെന്താ വ്യത്യസ്തമായിട്ട്? എന്നാല് ചില എണ്ണയിടാത്ത കപ്പി. എണ്ണ ഇടാത്ത കപ്പി. തുരുമ്പ് പിടിച്ച കപ്പി. അതെ അതെ. ഇനി എന്താണത്? നന്നായിട്ടുണ്ട്. നിങ്ങളെ കാണുന്ന മാതിരിയല്ല, കുഴപ്പമില്ല. അടുത്തെന്താ? ഓ, സെലക്ഷൻ ഉണ്ടാവും. ഓ, നോക്കട്ടെ. അടുത്തത് ഒരു ഫോൺ കോൾ വരുന്നുണ്ട്. അതൊന്നും കേട്ട് നോക്കെന്താ? അത് എവിടെയെങ്കിലും ഉണ്ടാവും. അത് പിന്നെ എടുക്കാം. അടുത്ത ചെയ്ത സമയം നമുക്ക് അടുത്ത ഒരു റെയിൽവേ സ്റ്റേഷൻ. ആ, അതെ അതെ. അപ്പൊ അവിടെ ചില അനൗൺസ്മെന്റ് ഒക്കെ ഉണ്ടാവും. അനൗൺസ്മെന്റ് ഉണ്ടാവും. അപ്പോൾ ട്രെയിൻ വരിക കേട്ടോ. ട്രെയിൻ വരികയാണ്. വന്നോണ്ടില്ല. ചായ, കാപ്പി, ഓറഞ്ച് മുന്തിരി, കൂൾ ഡ്രിങ്ക്സ്.
ട്രെയിൻ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ. അപ്പോൾ ട്രെയിൻ ഓടിക്കൊണ്ടിരിക്കുക. അതെ. ഇതിൽ യാത്ര ചെയ്യുന്ന യാത്രക്കാർ പുറത്തേക്ക് നോക്കും. നമ്മളൊക്കെ യാത്ര ചെയ്യുമ്പോൾ പുറത്തേക്ക് നോക്കും. ട്രെയിനിൽ നിന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദത്തിലുള്ള വ്യത്യാസം. അപ്പോൾ ഈ ട്രെയിൻ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ മറ്റൊരു ട്രെയിൻ പാസ് ചെയ്യുന്നത്. ട്രെയിൻ പാസിംഗ്. ഓക്കെ ഓക്കെ. വെള്ളം കുടിച്ചു പോയി അല്ലേ? ഓക്കെ ഓക്കെ, കുഴപ്പമില്ല. വ്യത്യസ്തമായ ഇനിയും മിമിക്രി ഐറ്റംസ് ഇനിയും ചെയ്യേണ്ടതായിട്ടുണ്ട്. അടുത്തത് എന്താ വെറൈറ്റി ആണ് നമുക്ക് വേണ്ടത്? ഇതുപോലുള്ള തീർന്നില്ല. അതെ, അടുത്തെന്താ? ഈ ട്രെയിന് ഒരു തുരങ്കത്തിനടിയിലൂടെ പോകുന്നത്. അതെ, ഇതുപോലത്തെ ട്രെയിനല്ലോ, വേറെ വ്യത്യാസം ഉണ്ടാവും. ഓക്കെ ഓക്കെ. അടുത്തെന്താ വ്യത്യസ്തമായിട്ടുള്ളത് ഐറ്റം എന്താ? ഇപ്പോൾ ക്ഷേത്ര പരിപാടിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ക്ഷേത്രത്തിൽ ഉത്സവങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ പ്രദേശത്തൊക്കെ. അത് നമ്മള് ഒരു ക്ഷേത്ര പരിസരത്തേക്ക് നമ്മൾ കയറിച്ചില്ല. കയറി ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ശ്രദ്ധിക്കാം. ഓക്കെ ഓക്കെ. ഒരു ക്ഷേത്ര പരിസരത്തേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. സുഹൃത്തുക്കളെ, കടന്നു ഒരു പച്ചയ മനുഷ്യൻ ഇതാ ഒരു മരണക്കുട്ടിൽ മല്ലടിക്കുന്നു. ഇതാ കടന്നു സുഹൃത്തുക്കളെ. വളരെ നന്നായിട്ടുണ്ട്. അടുത്തത് എന്താ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത? വെടിക്കെട്ടാണ്. നമ്മുടെ പൂരങ്ങളുടെ പൂരമായ തൃശ്ശൂർ പൂരത്തിലെ ഒരു വെടിക്കെട്ട്. ചുവപ്പ്, മഞ്ഞ, പച്ച. ചുവപ്പ്, മഞ്ഞ, പച്ചയൊക്കെ ഉണ്ട്. നോക്ക്.
കഴിഞ്ഞോ കഴിഞ്ഞു യു ആർ സെലക്ടഡ്. താങ്ക് യു പ്രിയ കലാസഹോദരൻ. നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നല്ലൊരു കൈയടി പ്ലീസ്, നല്ലൊരു കൈയടി. താങ്ക് യു പ്രിയ കലാസഹോദരൻ. നിങ്ങൾക്ക് ഏവർക്കും ഒരിക്കൽ എന്റെ ദൈവമേ, അങ്ങയുടെ സ്വന്തം നാടാണെന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം? ഒരു ടൂറിസ്റ്റിനെ പോലും കാണുന്നില്ല. ഏതെങ്കിലും ഒരു സായിപ്പ് വന്ന് പെട്ടാലേ ഇത്തിരി കാശൊപ്പിക്കാൻ പറ്റൂ. ആഹാ, പറഞ്ഞു നാക്കെടുത്തില്ല, ഒരു സായിപ്പല്ലേ വരുന്നത്? ഹലോ, glad to meet you. മീറ്റാം. അതല്ല, Who are you? ഇല്ല, അറിയില്ല, സത്യമായിട്ടും എനിക്കറിയില്ല. What? വട്ട് നിന്റെ അപ്പനാണ് സായിപ്പേ. ഐ പ്രകാശ് തവളക്കുഴി. യുവർ ഗൈഡ്. ഗൈഡ്. Where are you? വേറെ ആരുമില്ല, ഞാൻ മാത്രം ഒറ്റ ഗൈഡേ ഉള്ളൂ. Oh, no vehicle in this town. വണ്ടി ഒന്നുമില്ലേ? അത് പറഞ്ഞുതരാ. വെഹിക്കിൾ പോയിട്ട് ഒരു സൈക്കിൾ പോലും ഒന്നും കിട്ടൂല സായിപ്പേ. വണ്ടിയില്ല, ഒരു തെണ്ടിയില്ല. എന്നിവിടെ ഹർത്താലാ, ഹർത്താൽ. What ഹർത്താൽ? ഹർത്താലാ? ഹർത്താൽ എന്ന് പറഞ്ഞാൽ അറിയില്ലെന്നോ പഠിച്ചോനെ? ഇവിടുത്തെ കാര്യം ബഹുരസാ. അത് സാരല്ല, നമുക്കേ ഓരോ സ്ഥലങ്ങളായിട്ട് ഇങ്ങനെ ചുറ്റി കറങ്ങാം. മനസ്സിലായോ? യു ആൻഡ് ഐ റൗണ്ട്. Oh, yeah. Come on. How wonderful swimming pool. Really wonderful. Center of this town. സായിപ്പേ, അത് സ്വിമ്മിംഗ് പൂൾ അല്ല. അതെ, എറണാകുളം MG റോട്ടിൽ ഒരു ഗട്ടറാണ്. ഗട്ടർ. Oh, gutter. Hi. That cinematic dance troupe is very super well dressing. Wow. ഏത്? അയ്യോ, അത് സിനിമാറ്റിക് ഡാൻസ് ടീം അല്ല, അതാണ് കേരളത്തിലെ ഹൈവേ പോലീസ്. ഡാൻസ് ഡ്രസ് അല്ല, അത് അവരുടെ യൂണിഫോമാ. പാവം സായിപ്പിനെ പറഞ്ഞിട്ടും കാര്യമില്ല. Hey man. Oh. See this? That is your mental hospital. സായിപ്പ് ഇത്രയും നേരം പറഞ്ഞതിൽ ആകെ ശരിയായത് മാത്ര. സായിപ്പേ, അത് മെന്റൽ ഹോസ്പിറ്റൽ അല്ല, പക്ഷെ അവിടെ ഉള്ളവർക്കൊക്കെ മെന്റലാ. അതാണ് ഞങ്ങളുടെ സെക്രട്ടേറിയറ്റ്. ഇത് മാത്രമൊന്നല്ല, ഇനിയും ഒരുപാട് കാണാനും പറയാനും ഉണ്ട്. അല്ല സായിപ്പേ, ഇങ്ങനെ നടന്നാ മതിയോ? 2 ദിവസമായി ഞാൻ പട്ടിണിയാ. പട്ടിണിന്ന് ഇപ്പൊ എങ്ങനെയാ പറഞ്ഞ് മനസ്സിലാക്കുക? ഐ ആം ഡോഗിനി. Hey man, I am very hungry. സായിപ്പേ, ഇവിടെ ആംഗ്രി എന്ന സാധനം ഇല്ല. വേണമെങ്കിൽ ജാങ്കിരി കിട്ടൂ. അതല്ലെങ്കിൽ നമുക്ക് തട്ടുകടയിൽ പോവാം. ഇവിടുത്തെ തട്ടുകടയിലെ ഭക്ഷണം ഫേമസാ. എന്തൊക്കെ ഷാപ്പാടാന്നോ? പച്ചക്കായ ബീട്രൂട്ട്, വെരി ഗുഡ്. പച്ചക്കായ ബീട്രൂട്ട്, പൊട്ടറ്റോ, മുട്ടക്കുസു, പയറും, കടുമാങ്ങ അച്ചാറും, പപ്പടവും, കുത്തരിട ചോറും, പുളിച്ചേരി ഉപ്പേരി, കട്ടത്തൈരും കുട്ടിച്ചോറ് കുഴച്ചാൽ ഇരുകൈകളാലങ്ങ് വാരിക്കോരി നമുക്കത് കഴിക്കാം. പുളിശ്ശേരി ഉപ്പേരി, കട്ടത്തൈരും കുട്ടിച്ചോറ് കുഴച്ചാൽ ഇരുകൈകളാലങ്ങ് വാരിക്കോരി നമുക്കത് കഴിക്കാം. ഏമ്പക്ക കുമ്പ നിറയുമ്പ ഏമ്പക്ക കുമ്പ നിറയുമ്പ ഏമ്പക്ക. വയറ് നിറഞ്ഞ്. ബില്ല് എത്രയാ? 600 രൂപയോ? സായിപ്പേ, നോ ഡോളർ, ഓൺലി ഇന്ത്യൻ മണി. ഞാൻ കൊടുക്കാം. അതായത് ഇപ്പൊ ഞാൻ പേ, കുറച്ച് കഴിഞ്ഞിട്ട് സായിപ്പ് അത് എനിക്ക് തിരിച്ച് പേ. അങ്ങനെ ആകെ മൊത്തം പേ. ഓക്കെ. അങ്ങനെ തീറ്റയും കുടിയും കറക്കവും എല്ലാം കഴിഞ്ഞ് ഇനി കാര്യത്തിലേക്ക് കടക്കാം. ഹലോ സായിപ്പേ, ഭക്ഷണവും വെള്ളവും കറങ്ങലും പിന്നെ എന്റെ ചെലവായ പൈസയും പോക്കറ്റ് മണിയും എല്ലാം കൂടി ഒരു 5000 രൂപ തന്നാ എനിക്ക് പോകായിരുന്നു. ഓൺലി 5000 റുപ്പീസ്. 5000 rupees? ഇനി ഇന്ത്യൻ മണി ഇല്ലെങ്കിൽ ഡോളർ ആയാലും മതി, ഞാൻ മാറ്റിക്കോളാം. Take this. ഇതെന്താ ഇത്? ചെക്കോ? കുഴപ്പമില്ല. ഇത് ചെക്കല്ലല്ലോ,
എന്തോ എഴുതിയിട്ടുണ്ടല്ലോ, ഒരു വശത്ത് ഇംഗ്ലീഷും മറുവശം മലയാളം. മാന്യമിത്രമേ, അമേരിക്കയിലെ വാഷിംഗ്ടണിൽ ഒരു പാറമടയിൽ പാറ പൊട്ടിക്കവേ എൻ്റെ അച്ഛൻ്റെ 2 കാലും നഷ്ടമായി. ചെറുപ്പത്തിലെ വിശപ്പ് രോഗിയായ എനിക്ക് അധ്വാനിച്ച് ജീവിച്ച ശീലമില്ല. ആയതിനാൽ നിങ്ങൾ നിങ്ങളാലാവുന്ന പണം തന്ന് എന്നെ സഹായിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു എന്ന് ആൽഫ്രഡ് ഡിക്സൺ ഡിസൂസ, വാഷിംഗ്ടൺ. ഒപ്പ്. എടാ സായിപ്പേ. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. സമയക്കുറവെല്ലാം ഞാൻ കുറച്ച് ഐറ്റംസ് മാത്രമാണ് അവതരിപ്പിക്കുന്നത്. എല്ലാവരും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കണം. ഒന്ന് കൈയടിക്കും. ആദ്യമായി ഒരു കല്യാണ മേളത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുന്നു. ഒരു കുഞ്ഞിനെ ഓർക്കാൻ പാടുപെടുന്ന അമ്മ. സിനിമയിലെ ഒരു ഹാസ്യ നടി കൽപ്പന. എന്റെ വിളിയുമ്പോൾ സ്വാമി ഇതിനോട് പറഞ്ഞ മനസ്സിലാക്കത്തില്ലയോ? ഇതിനോട് ജീവിച്ചെനിക്ക് ഒയ്യ്, എവിടെ തന്നെ കണ്ണാടത്ത് കടിക്കുന്നത് എനിക്ക് ഒയ്യ്. റിയമേലാണ്ട് എനിക്ക് വന്നിട്ട് പോയില്ലേടാ മെമ്പെങ്കിമാരും, എനിക്ക് ഒയ്യ. നന്ദനം എന്ന ചിത്രത്തിലൂടെ പ്രശസ്തി നേടിയ നടി നവ്യ നായർ. ഒരു പാഴ്മോഹം എന്റെ പൊട്ട മനസ്സിൽ തോന്നിയപ്പോ ഞാനോട് ഇങ്ങോട്ടാ വന്നത്. എന്തിനായിരുന്നു ഈ പാവം പെണ്ണിനെ സ്വപ്നം കാണിച്ചത്? എന്നും കെടാണ്ട് ഞാൻ ഇത്തിരി തെളിക്കണതാ. ഞാൻ ഇത്തിരി തെളിക്കില്ല. എടുത്താക്കിയിട്ട് വെളിച്ചത്ത് നിശ്ചയിക്കണ്ട. എനിക്ക് കാണാൻ ഈ മുഖം. അടുത്തായി ഇപ്പോഴത്തെ നമ്മുടെ പ്രതിപക്ഷ നേതാവും മുൻ മുഖ്യമന്ത്രിയുമായിരുന്ന ശ്രീ PS അച്യുതാനന്ദൻ. വളരെ വ്യക്തവും ശക്തവുമായി പറയുകയാണെങ്കിൽ ഈ കേബിൾ വിഷന്റെ വാർഷികാഘോഷത്തിന് എന്റെ എല്ലാവിധ അഭിവാദ്യങ്ങളും നേരുന്നു. നമ്മെല്ലാം വിട്ടുപിരിഞ്ഞ ലീഡർ ശ്രീ K. കരുണാകരൻ. എന്റെ അഭിലാഷം എന്ന് പറയുന്നത് എന്റെ മോനെ മുഖ്യമന്ത്രിയായി കാരണമെന്നാണ്. അത് സാധിച്ചില്ല. ജയ് ഗുരുവായൂരപ്പ. മലയാള സിനിമയിലെ കൽപ്പനയെ പോലെ മറ്റൊരു ഹാസ്യ നടി ബിന്ദു പണിക്കർ. ഏട്ടാ അശോക, നിനക്കറിയോ, പണ്ട് ഞാൻ കോളേജിൽ പഠിക്കുമ്പോ എനിക്കായിരുന്നു ക്ലാസ്സിൽ ഫസ്റ്റ്. പക്ഷെ റിസൾട്ട് വന്നപ്പോ ഞാൻ തോറ്റു. അതെങ്ങനെയാ? അവറ്റകൾക്ക് എന്നോട് സ്നേഹമില്ലല്ലോ. എന്താരും ഒന്ന് കൈയടിക്കത്? ഒന്ന് കൈയടിക്ക. അടുത്തായിട്ട്
മലയാള സിനിമയിൽ ഒരു വേറിട്ട ശബ്ദത്തിന്റെ ഉടനായാണ് ശ്രീ ജനാർദ്ദനൻ. നശിപ്പിച്ചു നശിപ്പിച്ചു പട്ടച്ചാരായം കൊണ്ട് കൊട്ടാരം നശിപ്പിച്ചു. തമിഴിലെ സൂപ്പർ സ്റ്റാർ വിജയ്. சிலம்புக்கு முன்னாடி மட்டும் தானே சாந்தமா பேசுவேன். சேக்கட முன்னாடியோட உனக்கு போலீஸ் வர போட்டுட்டாங்க. வர 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 வீட்டுக்கு இருந்தது. മലയാള സിനിമയുടെ കാരണവരായ ശ്രീ KTS പനയിൽ. ഓയ് ഓയ് ഓയ്, എന്റെ മകനാണ് ഇവൻ, ഇവന്റെ മകനാണ് അവൻ, അവന്റെ മകനാണ് വീരേന്ദ്രൻ. ഓയ് ഓയ് ഓയ്. അവസാനമായിട്ട് ഒരൈറ്റം കൂടി അവതരിപ്പിച്ച് ഞാൻ നിർത്തുകയാണ്. ഇപ്പൊ എല്ലാവരുടെ കയ്യിലും മൊബൈൽ ഫോണുകൾ ഉണ്ടാവുമല്ലോ. നമ്മൾ റേഞ്ച് ഇല്ലാത്ത ഒരു സ്ഥലത്തേക്ക് വിളിക്കുകയാണെങ്കിൽ, നിങ്ങൾ വിളിക്കുന്ന സബ്സ്ക്രൈബർ പരിധിക്ക് പുറത്താണ്, ദയവായി അല്പസമയം കഴിഞ്ഞ് വിളിക്കുക എന്ന് പറയും. നമ്മൾ റേഞ്ച് ഇല്ലാത്ത ഒരു സ്ഥലത്തേക്ക് വിളിക്കുകയാണെങ്കിൽ അവിടുത്തെ ആൾക്കാരുടെ ശൈലി എങ്ങനെ പറയുമെന്ന് നോക്കാം. തിരുവനന്തപുരം ജില്ലയിലേക്ക് വിളിക്കുകയാണെങ്കിൽ, അപ്പി എന്തിനു പറയാൻ, എത്ര നേരായിട്ട് പറഞ്ഞു റേഞ്ചിലൊന്നും തള്ളെ കളിപ്പ് തീരല്ലോ എന്ന് പറയും. തൃശൂർ ജില്ലയിലേക്ക് വിളിക്കുകയാണെങ്കിൽ, ഹൈ എന്തുട്ട ശബി, എത്ര നേരിട്ട് പറഞ്ഞ റേഞ്ചിൽ മോദിക്കിട്ട് കീറേണ്ടതിന് മുതൽ ഷേപ്പണ് മാറ്റാ എന്ന് പറയും. മലപ്പുറം ജില്ലയിലേക്ക് വിളിക്കുകയാണെങ്കിൽ, എവിടുക്കാടാ ഹംകേജിനെക്ക് കൂട്ടുന്നു എന്ന് പറയും. എനിക്ക് ഇങ്ങനെ ഒരു വേദി തന്ന ഇതിന്റെ സംഘാടകരോടും എല്ലാവരോടും എൻ്റെ ഹൃദയംഗമമായ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. നന്ദി. നമ്മുടെ ഏഷ്യാനെറ്റ് ചാനലിലെ വില്ലും താരം റിയാലിറ്റി ഷോയിലെ വിന്നറാണ് നമ്മുടെ അഖില്. പിന്നെ ഒരുപാട് സ്റ്റേജിൽ ഇപ്പൊ പരിപാടി അവതരിപ്പിക്കുന്നുണ്ട്. കലാഭവനില് അഡ്മിഷൻ കിട്ടിയോ? പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ? ശരി, ഓൾ ദ ബെസ്റ്റ് അഖിൽ. നമ്മൾ തന്ന സംവിധായകരാണ് സിദ്ദിഖ് ലാൽ. അതിലെ ലാൽ നല്ലൊരു നടനായി, സിദ്ദിഖ് സാറ് മികച്ചൊരു സംവിധായകനായി അദ്ദേഹത്തിന്റെ കഴിവ് അങ്ങ് ഹിന്ദിയിലാണ് പ്രകടിപ്പിച്ചിരുന്നു. അദ്ദേഹം മഴവിൽ മനോരമ എന്ന ചാനലിൽ കോമഡി ഫെസ്റ്റിവൽ എന്ന പ്രോഗ്രാമിൽ ഒരു ടീമിന്റെ പെർഫോമൻസ് കഴിഞ്ഞാൽ എങ്ങനെയാണ് അത് ജഡ്ജ്മെന്റ് ചെയ്യുന്നത്, അദ്ദേഹത്തിന്റെ ആ ജഡ്ജ്മെന്റ് ചെയ്യുന്ന രീതി നമുക്ക് നോക്കാം. വളരെ നല്ലൊരു പെർഫോമൻസ് ആണ് ജോബി കാഴ്ചവെച്ചത്. അത് കുറച്ചും കൂടി നന്നായിട്ട് ചെയ്തിരുന്നെങ്കിൽ അത് കുറച്ചും കൂടി നന്നാക്കി ശ്രദ്ധിക്കാമായിരുന്നു. പ്രത്യേകിച്ച് ആ ഫീമെയിൽ പോർഷൻ വരുമ്പോൾ ആ ഫീമെയിൽ പോർഷൻ നന്നായിരുന്നു. സുരാജ് പറഞ്ഞത് കറക്റ്റാണ്, ഉർവശി ചേച്ചി പറഞ്ഞതും കറക്റ്റാണ്. പക്ഷെ എന്താണെന്ന് അറിയുന്നില്ല, നിങ്ങൾക്ക് എവിടെ ഒരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. അത് ഒന്നുകൂടി കറക്റ്റായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത എപ്പിസോഡിൽ നല്ല മാർക്കോട് കൂടി തന്നെ മുന്നേറാമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെയാണ്. അപ്പോൾ അടുത്ത പെർഫോമൻസിൽ നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. താങ്ക് യു. പിന്നീട് വന്നത് മാനത്തെ കൊട്ടാരം എന്ന ചിത്രത്തിൽ ഒരു മാപ്പ് കച്ചവടക്കാരനുണ്ടായിരുന്നു. അദ്ദേഹം ആരാന്നറിയോ? തെങ്കാശിപ്പട്ടണം എന്ന ചിത്രത്തിൽ ഗാനമണ്ഡലത്തിന്റെ മാനേജറായിട്ട് വന്നിരുന്നു കലാഭവൻ നാരായണൻകുട്ടി. അദ്ദേഹത്തിനോട് പ്രോഗ്രാം ചെയ്യുന്ന ഒരു വ്യക്തി കൂടിയാണ് ഞാൻ. അദ്ദേഹത്തിന്റെ ശബ്ദം. എന്റെ പൊന്നമ്മച്ചി, കുന്നോളത്തിന്റെ മാപ്പുള്ള കുന്നോളത്തിന്റെ മാപ്പ് ഈ ഒരു സസ്പെൻഷൻ കൂടി കഴിഞ്ഞാൽ എന്റെ ഭാര്യ പാലക്കാടേക്ക് വരണമെന്നാ പറഞ്ഞിരിക്കുന്നു. കുടിക്കണം നല്ല ആഗ്രഹമുണ്ട്, പക്ഷെ കുടിക്കാൻ പറ്റില്ല. മോളെ സംഗീത ഒരു പാട്ട് പാടും മോളെ. ഒക്കെ വേണ്ട. താങ്ക് യു. പിന്നീട് മലയാളത്തിന്റെ ജനപ്രിയ നടൻ ദിലീപ്. പരിഹസിക്കരുത്, എനിക്ക് കുട്ടി ഇഷ്ടായി, ഒരുപാട് ഇഷ്ടമായി. ഇഷ്ടമാണെങ്കിൽ ഇഷ്ടമെന്ന് പറയൂ, എനിക്ക് ഇഷ്ടമല്ല അങ്ങനെ പറയരുത്. കഴിഞ്ഞ 5 വർഷമായി കുട്ടിയുടെ പുറകിൽ ഞാൻ നടക്കാൻ തുടങ്ങിയിട്ട്. ഈ 5 വർഷം LLBക്ക് പഠിച്ചെങ്കിൽ വക്കീലായനെ, MBBS
പഠിച്ച ഡോക്ടറായനെ. എന്തിന്? ജയിലിൽ കിടന്ന് ഞാൻ റിലീസായനെ. അമ്മേ വാസുവേട്ടൻ വെറുതെ ഇരുന്ന് പറഞ്ഞു കൊടുത്തുകൂടി. എന്താ അത്? ഹായ് പാക്കര ബായാ. അടുത്തത് ഒരു കാലഘട്ടത്ത് സിനിമയുടെ യൂണിവേഴ്സൽ ഹീറോ എന്നറിയപ്പെടുന്ന ഒരു നടനായിരുന്നു കമൽ ഹാസൻ. അദ്ദേഹം അഭിനയിച്ച ഒരു പ്രശസ്തമായ ഒരു തമിഴ് സിനിമയാണ് ഗുണ. അതിൽ അദ്ദേഹവും ജാനകിയമ്മയും ചേർന്ന് ആലപിച്ചൊരു ഗാനമുണ്ട്. ന്യൂ ജനറേഷൻ ഈ പാട്ട് കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, എങ്കിലും ചിലരുടെ മനസ്സിലെങ്കിലും അത് തങ്ങി നിൽക്കുന്നുണ്ടാവും. കമൽഹാസനും ജാനകിയമ്മയും ചേർന്ന ഒരു ഗാനത്തിന്റെ അല്പം. കൺമണി அன்போட காதலன் நான் நான் எழுதும் கடிதம் இல்ல லெட்டர் இல்ல கடிதாசி മുറിക്കാരന്റെ വീട്ടരി തുള്ളി വരും, പിന്നെ പാലിന്റെ കാശിനുമാളു വരും. ഇത് ഒരു വക മെനകെട്ട സുപ്രഭാതം. ഈശ്വര, ഇന്നലത്തെ അതേ സമയത്ത് തന്നെ ഇന്നും നേരം വെളുത്തു. ഇതെന്തൊരു പരീക്ഷണം! ഇവിടെ എന്തോരം പണികളാണ് എന്റെ ദൈവമേ. മുറ്റം അടിച്ചിട്ടില്ല, പറഞ്ഞിട്ടില്ല, പള്ളി തേച്ചിട്ടില്ല, ഒരു തുള്ളി വെള്ളം തരാൻ പോലും ഇവിടെ ആരുമില്ല. ഭാർഗവ, പ്രഭാകരോ, സോമശേഖരനോടാ എന്തിനാ അച്ഛാ ഞങ്ങളെ വിളിപ്പിച്ചത്? നിങ്ങളെ ഒന്നും എനിക്ക് കാണണ്ട. ശരി അച്ഛാ. നിൽക്കണവിടെ. മക്കളാണത്രേ മക്കൾ. മക്കളെ കണ്ടും മാമ്പു കണ്ടും കൊതിക്കരുതെന്നാ ചൊല്ല്. എടാ, നിങ്ങളുടെയൊക്കെ അമ്മയുണ്ടായിരുന്നെങ്കിൽ എന്റെ ഊപ്പാട് വന്നാനെ. അച്ഛൻ ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞു ഇവിടെ ഒരു വേലക്കാരിയെ നിർത്തണമെന്ന്. അതേടാ, നിങ്ങൾ തന്നെ അത് പറയണം. എത്ര വേലക്കാരികളെ നിർത്തിയിരുന്ന വീടായിരുന്നു ഇത്. കൊച്ചിറയിലെ കോളനിയിലെ ഓമന, ഒരു ഓമന, ആലപ്പുഴക്കാരിയായ ഒരു ആമിന, കുഞ്ഞാമിന, കൊല്ലത്തുള്ളൊരു പല്ല് പൊങ്ങിയ ചെല്ലമ്മ, കള്ളിച്ചെല്ലമ്മ, പിന്നെ അന്തപ്പന്നെ ബന്ധത്തിലുള്ള ഒരു ശാന്തമ്മ, ശാന്തമ്മ. അങ്ങനെ എത്ര പേര് കയറിയിറങ്ങി പോയ വീടായത്. എന്ത് കാര്യം? വേലി തന്നെ വിളവ് തിന്നില്ലേ? അച്ഛന്റെ ഒരു മുടിഞ്ഞ പഴഞ്ചൊല്ലി. ഈ പഴഞ്ചൊല്ലി കാരണം ഇവിടെ വന്ന കംപ്ലീറ്റ് വേലക്കാരികൾ പോയത് അറിയാവാ? വേണ്ട പഴഞ്ചൊല്ലിൽ പതിരില്ല മോനെ. ആ, പിന്നെ ഞാൻ നിങ്ങളെയൊക്കെ വിളിപ്പിച്ചത് ഒരു പ്രധാന കാര്യം പറയാനാ. ഇന്നിവിടെ പുതിയൊരു വേലക്കാരി വരുന്നു. കണ്ട എങ്ങനെ പിടിച്ച പിള്ളേര് ചക്കക്കൂട്ടാൻ കണ്ട പോലുള്ള ആക്രാന്തം കണ്ട. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, ഇനി കുരുത്തക്കേട് കാണിച്ച പുറത്താക്കുന്നത് വേലക്കാരി ആയിരിക്കില്ല, നിങ്ങളെ ആയിരിക്കുള്ളൂ. എലി പുന്നല് കണ്ട പോലെ നോക്കി നിൽക്കാതെ പണിക്ക് പോടാ. അവരെ പറഞ്ഞിട്ട് എന്ത് കാര്യം? എന്റെ അല്ലേ മക്കള്. മട്ട കുത്തിയാ കുമ്പളം മുളക്കോ? നമസ്കാരം മുതലാളി, ഞാനാണ് ഇവിടുത്തെ പുതിയ ബാലക്കാരി, വേലക്കാരി. എന്താ വേലക്കാരിയുടെ പേര്? ലൈലാമ്മ ലൈലാമ്മ വേലക്കാരി ലൈലാമ്മ വീട്ടിലെ നമ്പർ 1 സർവന്റ്. ലൈനാക്ക നോക്കിയാലും വീഴാത്ത ലൈലാണ് ലൈലാമ്മ. നാട്ടിലെ ഫേമസ് കുക്കാണ്. കാലത്തന്നെ കിച്ചണിലെ കേറും ഞാനോ, കാലത്തന്നെ കിച്ചണിലെ കേറും ഞാൻ. ഒട്ടും കടല റെഡിയാക്കും ഫാസ്റ്റ് ഞാൻ. സീരിയൽ മൊത്തത്തിൽ കാടും ഞാൻ. ശമ്പളം കൃത്യത്തിൽ വാങ്ങിക്കും ഞാൻ. ഓ എന്റെ ലൈലാമ്മേ, നിന്നെ പോലുള്ള ഒരു വേലക്കാരിയെ കിട്ടാൻ വേണ്ടി ഞാൻ എന്തുമാത്രം കഷ്ടപ്പെട്ടെന്ന് അറിയാവാ? പിന്നെ നിനക്ക് ഈ പരിസരമൊക്കെ ഇഷ്ടപ്പെട്ടാ? ഇഷ്ടപ്പെട്ടു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് വൃക്ഷലതാദികളാ. പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഫലമൂലാദികളാ. ഒരു കാര്യം പറഞ്ഞേക്കാം, എനിക്ക് 3 മക്കളെ. എന്റെ മക്കളായതുകൊണ്ട് പറയുകയല്ല, ഇത്രയും വൃത്തികെട്ടവന്മാർ ഈ പഞ്ചായത്തിലില്ല. പിന്നെ സൂക്ഷിച്ചും കണ്ട് നിന്ന നിനക്ക് കൊള്ളാം, ഇല്ലെങ്കിൽ നിനക്ക് കൊള്ളും. മുതലാളി പേടിക്കണ്ട, ഞാൻ മുമ്പ് നിന്ന 5 വീട്ടിലും ഇതിലും ഭയങ്കരന്മാരായിരുന്നു. അവരെയൊക്കെ വരച്ച വരയിൽ നിർത്തിയിട്ടുള്ളവളാ ഈ ലൈല.
പിന്നെ നമുക്ക് ഇനിയും പരിചയപ്പെടാനുണ്ട്. ശരി മുതലാളി. ഓ എന്റെ ലൈലമ്മേ. ഇതാര്? ശാന്തയോ? നീ എന്താ ഇവിടെ? എന്റെ ശാന്ത, ഇതെന്റെ വീടാണ്. ഞാനിവിടെ പുതിയതായി വന്ന വേലക്കാരിയാ. ഓ, ലീവ് എടുത്ത് വന്നത് എത്ര നന്നായി. എനിക്ക് എന്റെ പഴയ ശാന്തയെ ഒന്ന് കാണാൻ പറ്റിയല്ലോ. ഭാർഗവേട്ടനാണോ മൂത്തത്? അല്ല, അച്ഛനാ മൂത്തത്. കുറച്ച് കഴിയുമ്പോ ഞാനും മൂക്കും. അയ്യോ, അതല്ല, തലയ്ക്ക് മൂത്തത്. ആ, അത് അനിയനാ. അവൻ 3-4 വർഷമായിട്ട് മരുന്ന് കഴിച്ചോണ്ടിരിക്കല്ലേ. പിന്നെ എന്താ ശാന്തേ? മക്കളിൽ മൂത്തത്. ആ, അതാണോ? അത് ഞാനാ. ആ ശാന്തേ, നമ്മൾ ആദ്യമായി കണ്ടുമുട്ടിയത് ഓർമ്മയുണ്ടോ? കണ്ടത് ഓർമ്മയില്ല, പിന്നെ മുട്ടിയത് ഓർമ്മയുണ്ട്. ഞാനൊന്നു വിളിച്ചപ്പോൾ നാണമില്ലാതോടി വന്നാൽ, ഞാനൊന്നു വിളിച്ചപ്പോൾ നാണമില്ലാതോടി വന്ന ജേലൊത്ത പെണ്ണല്ലേടി നീ. എടി വമ്പത്തി കൊമ്പുള്ള പെണ്ണല്ലേടി നീ. പള്ളിക്കവലൽ വെച്ച് തുള്ളിക്കളിച്ചു വന്ന് കണ്ണെറിഞ്ഞില്ലേ നീ. എടി ശാന്തമ്മേ, ഞാൻ നിന്നെ പ്രേമിച്ചില്ലേടി. പ്രേമിച്ച പെണ്ണെ നീ എൻ വീട്ടില് വന്ന് കേറാൻ ഞാനെന്ത് ഭാഗ്യം ചെയ്തടി. എടി ശാന്തമ്മേ, ഞാൻ നിന്നെ കെട്ടിക്കൊള്ളാടി. അയ്യോ ഭാർഗവേട്ട, പുറത്താരോ വന്നു. ശാന്ത, ഇതൊന്നും ആരോടും പറയരുത് കേട്ടോ. നമുക്ക് പിന്നെ കാണാം. അയ്യോ, ഇതാര്? സുഷമ്യോ? അയ്യോ, ദേ പ്രഭാകരേട്ടൻ. സുഷമ്യ, നീ എന്താ ഇവിടെ? ഞാനിവിടെ പുതിയതായി ജോലിക്ക് വന്ന പ്രഭാകരേട്ടൻ എന്താ ഇവിടെ? ഇതെന്റെ വീടല്ലടോ. നീ ഇവിടെ വേലക്ക് വന്നതാ. ഇന്ന് നിന്നെ ഞാൻ കൊല്ലു. ഈ പ്രഭാകരേട്ടന്റെ ഒരു സ്നേഹം. പിന്നെ വേലക്കാരിയായിട്ടാണ് നീ എന്റെ അടുത്തൊന്ന് എത്തിയല്ലോ. എനിക്കത് മതി, എനിക്കത് മാത്രം മതി. എനിക്കത് മതി. ആണോ? അതൊക്കെ പോട്ടെ സുസു, നിനക്ക് ഓർമ്മയുണ്ടോ അന്ന് ഓണ ദിവസം ഞാൻ ഫാൻസി ഡ്രസ് മത്സരത്തിൽ ഹനുമാന്റെ വേഷം കെട്ടിയിട്ട് എനിക്ക് 2ാം സമ്മാനം കിട്ടിയത്? അതാ അപ്പൊ കുഴപ്പമായത്. ഏത്? വേഷം കെട്ടാതിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ചേട്ടൻ 1ാം സമ്മാനം തന്നെ കിട്ടിയാനെ. നിന്റെ ഒരു വളിച്ച തമാശ. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ചെത്തി നടന്നൊരു ചെത്ത് പെണ്ണെ, നീ ഇനി കോമഡി പറയല്ലേ. കൊച്ചിയിലുള്ളൊരു കൊച്ചു പെണ്ണെ, അന്ന് നീ എന്നെ വളച്ചില്ലേ. അന്ന് തൊട്ട് എന്റെ ലവറായി നിന്നെ മാത്രം കണ്ടിട്ടുള്ളൂ ഞാൻ. നീ വന്നതോ ഇന്ന് മനസ്സിന് ഉല്ലാസം, ആനന്ദം, ആഘോഷം. ഐ ആം വെരി ഹാപ്പി. എന്റെ സൂസു, എത്ര കാലമായി നമ്മളിങ്ങനെ നടിച്ചു പൊളിച്ചിട്ട്. അയ്യോ, പ്രഭാകരേട്ടൻ പുറത്താരോ വന്നു തോന്നുന്നു. ആരെങ്കിലും വന്നോ? എന്നാ ഞാനൊരു കാര്യം ചെയ്യാം, അകത്തിരിക്കുക. പിന്നെ സുസു, നമ്മൾ തമ്മിലുള്ള ഈ ബന്ധം ആരും അറിയരുത്. ഞാനകത്ത് കാണും, ഞാനകത്തുണ്ടാവേ, ഞാനകത്തേക്ക് പോവാണേ. എന്റെ സൂസു. രക്ഷപ്പെട്ടു. ഈശ്വര, ഇതാര്? എന്റെ സോമേട്ടനോ? നീ? ഞാൻ സുഷമ. അല്ലല്ല, കനകം. കനകം. സോമേട്ടാ. കനകം. സോമേട്ടാ. കനകേട്ടാ. സോമം. കനകേട്ടാ. സോമം. എന്തായാലും നീ ഇവിടെ വേലക്കാരായിട്ട് വന്നത് നന്നായി. എനിക്ക് നിന്നെ എപ്പോഴും കണ്ടോണ്ടിരിക്കാലോ. വേണ്ട, എന്നോട് മിണ്ടണ്ട. എന്നെ കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞിട്ട് പിന്നീട് നമ്മൾ കാണുന്നത് ഇപ്പോഴല്ലേ. എനിക്കറിയാം ചേട്ടൻ എന്നോട് ഒട്ടും സ്നേഹമില്ല. അങ്ങനെ പറയരുത് കനകം. നിനക്ക് വേണ്ടി എന്നെ പെറ്റ് വളർത്തിയവരെ പോലെ ഉപേക്ഷിച്ച് വരാൻ ഞാൻ തയ്യാറാണ്. ചേട്ടന് വേണ്ടി ഞാൻ പെറ്റ് വളർത്തിയവരെ പോലും ഉപേക്ഷിക്കാൻ ഞാനും തയ്യാറാണ്. അതൊക്കെ പോട്ടെ, എന്തൊക്കെയുണ്ട് കനകം പിന്നെ വിശേഷങ്ങൾ? ചേട്ടാ, നമ്മുടെ പ്രേമ വല്ലരി പൂത്തൊലിയുമോ? തൊലയും കനകം, തൊലയും. പൂത്തൊലയും.
കനകം, കഴിഞ്ഞതൊന്നും ഞാൻ മറന്നിട്ടില്ല. ഞാനും നിന്നെ കണ്ട നാള് തൊട്ട് എന്റെ ഗീശ വട്ടം കീറി പണമെല്ലാം വിഴുങ്ങി നീ ഉരുളിപ്പെണ്ണേ. ഹോട്ടലിലും പാർലറിലും കേറി കേറി മൊത്തം കാശ് തിന്ന് തീർത്തത് ഓർമ്മയുണ്ടോ മൂടിച്ചി പെണ്ണേ? നിന്നെ കണ്ട നാള് തൊട്ട് എന്റെ ഗീശ വട്ടം കീറി പണമെല്ലാം വിഴുങ്ങി നീ ഉരുളിപ്പെണ്ണേ. കണ്ടതൊക്കെ വാങ്ങിക്കൂട്ടി ഡെയിലി അന്ന് ചാറവാറ കീറി എന്റെ കളസം. ഇതാണ് എന്റെ പ്രിയതമ കനകം. എന്റെ കാശി മുടിപ്പിച്ച ലൗവമ്മോ. സോമശേഖര, അയ്യോ അച്ഛൻ. തീക്കട്ടയിൽ ഉറുമ്പലിക്കുന്നോടാ. എടാ മക്കളെ, നിങ്ങൾക്ക് മൂന്നാൾക്കും വിവാഹപ്രായം എത്തിയെന്ന് ഈ അച്ഛന് മനസ്സിലായടാ. പക്ഷെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങളെ മൂന്നുപേരെയും നിങ്ങളുടെ അമ്മ ഇരട്ട വെച്ചതാടാ. എന്താ കുഴപ്പം? തെറ്റിപ്പോയ? എടാ മക്കളെ, നിങ്ങളുടെ മൂന്നുപേരുടെയും വിവാഹം ഒരേ ദിവസം ഒരേ വേദിയിൽ വെച്ച് നടത്തണമെന്നാണ് ഈ അച്ഛന്റെ ആഗ്രഹം. അച്ഛാ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താടാ? ഞാനൊരു പെൺകുട്ടിയെ സ്നേഹിക്കുന്നു, ശാന്ത. അവളെ മാത്രമേ ഞാൻ കല്യാണം കഴിക്കൂ. ചേട്ടൻ പറഞ്ഞ സ്ഥിതിക്ക് ഞാനും ഇനി ഒന്നും മറച്ചു വെക്കുന്നില്ല. ഞാനും ഒരു പെണ്ണിനെ സ്നേഹിക്കേണ്ടത്. സ്റ്റൈലാണേ നോക്ക് സുഷമ. അങ്ങനെയാണെങ്കിൽ എനിക്ക് വരുത്തിയ ഇഷ്ടമാണല്ലോ കനകം. അത് ശരി. അപ്പൊ കാര്യങ്ങൾ ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ഈ അച്ഛൻ ഒരു പെണ്ണിനെ കെട്ടാൻ തീരുമാനിച്ചു. നമ്മുടെ പുതിയ വേലക്കാരി ഈ നിൽക്കുന്ന ലൈലാമ്മ. അയ്യോ, ശാന്തേ, സുഷമേ, കനകം. അനുകരണത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഈ ഒരു സ്കിറ്റ്, നമുക്കറിയാം സിനിമയിലൊന്ന് അഭിനയിക്കുക, സിനിമയിലൊന്ന് മുഖം കാണിക്കാൻ താല്പര്യമില്ലാത്ത ചെറുപ്പക്കാർ വളരെ കുറവാണ്. ഇവിടെ സിനിമയിലൊന്ന് അഭിനയിക്കാൻ വേണ്ടിയിട്ട് ഒരു സംവിധായകനെ സമീപിക്കുന്ന ഒരു ചെറുപ്പക്കാരനെ നമുക്ക് ശ്രദ്ധിക്കാം. ഒരു സിനിമ ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ സ്വാഗതം ചെയ്യുന്നു, നല്ല കൈയടി പ്രതീക്ഷിച്ചുകൊണ്ട്. അപ്പോൾ സിനിമയിൽ അഭിനയിക്കണമെന്ന് ആഗ്രഹമുള്ള ഒരുപാട് ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ സിനിമയിൽ അഭിനയിക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ വിളിക്കുക എന്ന് പറഞ്ഞിട്ട് നമ്മൾ പത്രപരസ്യം കൊടുത്തിരുന്നു. എടോ സതീശ, സാറേ, എടോ നമ്മൾ പത്രപരസ്യം കൊടുത്തിട്ട് ആരെങ്കിലും വന്നിട്ടുണ്ടോ? സാറേ, ഒരുപാട് പേര് വരുമെന്ന് കരുതി ആരും വന്നിട്ടില്ല. പക്ഷെ ഒരാൾ ഭയങ്കര തിരക്കുന്നുണ്ടാക്കുന്നുണ്ട്. ഭയങ്കര തിരക്കുള്ള ഒരാളോ? ഇവനെ കാണാൻ എങ്ങനെയുണ്ട്? നമ്മുടെ സിനിമയിലേക്ക് പറ്റുമോ? കാണാനൊക്കെ ഇയാളെ കണ്ടു കഴിഞ്ഞാൽ മെഗാസ്റ്റാർ മമ്മൂട്ടി വരെ മാറി നിൽക്കും. എങ്ങനെ? മലയാളത്തിന്റെ മെഗാസ്റ്റാർ മമ്മൂട്ടി വരെ മാറി നിൽക്കും ഇയാളെ കണ്ടു കഴിഞ്ഞാൽ. അത്രയും സൗന്ദര്യമുള്ള ആളാണോ? അത്രയും സൗന്ദര്യമുള്ള ആളാ. അങ്ങനെയാണ് പെട്ടെന്ന് കടത്തിവിട്. മനസ്സില്. എന്നാലും നമ്മുടെ സിനിമയിലേക്ക് മെഗാസ്റ്റാർ മമ്മൂട്ടി എന്ന് പറയുന്നത് തന്നെ മലയാള സിനിമയിലെ ഒരു സൗന്ദര്യത്തിന്റെ ഒരു വേറെ രൂപമാണ്. അപ്പൊ അതുപോലെ മെഗാസ്റ്റാർ മമ്മൂട്ടി മാറി നിൽക്കുന്ന സൗന്ദര്യമുള്ള ഒരാൾ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നല്ല ഒരു ആളെ നമ്മുടെ സിനിമയിലേക്ക്, പുതിയൊരു ആളെ സിനിമയിലേക്ക് എൻട്രി ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത്. എന്താണ്ടത്? അത്തപ്പൂക്കൾ ഇറങ്ങി വന്നതോ? ഇങ്ങോട്ട് വാ. അലുവപ്പീഡിയ മാറ്റൊരു ചെങ്ങായി. ഈ അപ്പൊ മെഗാസ്റ്റാർ മമ്മൂട്ടി വരെ മാറിക്കുന്ന പറഞ്ഞ മെഗാസ്റ്റാർ മമ്മൂട്ടി അന്റെ സൗന്ദര്യം കണ്ടാ മാറി നിൽക്കുന്നല്ലേ? അന്നെ കണ്ടാലും മെഗാസ്റ്റാർ മമ്മൂട്ടി മാത്രല്ല, ഈ അബുദാബി മൊത്തം മാറി നിൽക്കും. അത്രക്ക് സൗന്ദര്യായി. ഇതെന്താ കക്ഷത്ത്? പുറത്തു നിൽക്കുന്ന ഒരു ആന്റി വീർപ്പിക്കാൻ തന്നതാ. വീർപ്പിക്കാനോ? എടാ വീർപ്പിക്കാനല്ല, ഇത് പൂരിപ്പിക്കാൻ തന്ന സാധനമാണ്. ഇത് പൂരിപ്പിച്ചോ? അത് ഞാൻ തന്നെ ചെയ്യേണ്ടി വരും അല്ലേ? എന്തായാലും ഇതില് ചോദിച്ചിരിക്കുന്ന കാര്യങ്ങൾ ഞാൻ പറയാം. അച്ഛന്റെ പേര്? അച്ഛന്റെ പേര് തങ്കപ്പൻ. അമ്മയുടെ പേര്? തങ്കപ്പി. നിന്റെ പേര്? അപ്പി. അല്ല, കൊച്ചാപ്പിന്ന്. എടാ ശരിയായ പേര്? സാബു. സാ കഴിഞ്ഞിട്ടുള്ള ബൂ. എടാ വീട്ടിൽ നിന്ന് വിളിക്കുന്ന പേരെന്താണ്? പണ്ടാരക്കാലം എന്നെ കൊണ്ട് കുഴിച്ചിട്ട് കൂട്ടാ കുഞ്ഞിമോനോന്ന്. എടാ അതല്ല, വീട്ടിലെത്ര പേരുണ്ട്? വീട്ടിൽ ഒറ്റ പേര് മാത്രമേ ഉള്ളൂ, സാബു. വീട്ടിലെത്ര മെമ്പർമാരുണ്ട്? മെമ്പർമാരായിട്ട് ആരുമില്ല, ഇപ്പൊ വോട്ടർമാരല്ലേ. എടാ അതല്ല, അംഗങ്ങൾ എത്ര പേരുണ്ട്? ഞാൻ അങ്ങനെ പറയണ്ടേ? 5 പേര്. അല്ല, 5 ഡസൻ. അച്ഛനെന്താ ജോലി? അച്ഛൻ ഇതൊക്കെ തന്നെയാണ് ജോലി. അമ്മയെ നിർത്തിച്ച്. എന്ത് പ്രസവല്ലേ? എടാ നിന്റെ അച്ഛന്റെ തൊഴിൽ എന്താണ്? അച്ഛൻ റബ്ബർ വിതരണ കോർപ്പറേഷനിലാണ്. ഓ, റബ്ബർ കയറ്റുമതി ഇറക്കുമതി, കയറ്റുമതി ഇറക്കുമതി, അങ്ങനെ ആയിരിക്കും അല്ലേ? അതല്ല, ഈ അമ്പലപ്പറമ്പിൽ പള്ളിപ്പറമ്പിൽ പോയിട്ട് റബ്ബർ ഇങ്ങനെ വികസിപ്പിക്കും. നൂലിട്ട് കെട്ട് 5 രൂപയ്ക്ക് വിൽക്കുക. ബലൂൺ കച്ചവടം അല്ലേ?
ബലൂൺ കച്ചവടമാണ്. എന്നിട്ടാണ് ഈ റബ്ബർ വികസന കോർപ്പറേഷൻ എന്ന് പറഞ്ഞത്. എടാ നിന്റെ വിദ്യാഭ്യാസ യോഗ്യത എന്താണ്? ബിഎഡോ? അല്ല 8B. അങ്ങനെ കൃത്യമായിട്ട് പറയാ. പഠിച്ചത് എവിടെയാണ്? പഠിച്ചതൊക്കെ യുപിയിലാ. ഉത്തർപ്രദേശ് അല്ല, കോഴിക്കോട് ഒരു ഗവൺമെന്റ് യുപി സ്കൂള്. അപ്പൊ ജനിച്ചതോ? ജനിച്ചത് കോഴിക്കോടാ. ഏത് ഭാഗം? എന്റെ എല്ലാ ഭാഗവും കോഴിക്കോടാ ജനിച്ചത്. അല്ല, നിങ്ങളെവിടെയാണ് ജനിച്ചത്? ഞാൻ ജനിച്ചത് കേരളത്തിലാണ്. കേരളത്തിലാണ്. അപ്പൊ പഠിച്ചതൊക്കെ? പഠിച്ചതൊക്കെ ദുബായിലാണ്. നിങ്ങൾ സമ്മതിക്കണ്ടോ? കേരളത്തിൽ നിന്ന് ദുബായിലെത്തുമ്പോ സ്കൂൾ വെല്ലടിച്ചോയില്ല. ഞാൻ രാവിലെ കുളിച്ച് കുറിയും തൊട്ട് കണ്ട് ദുബായിക്ക് ഫ്ലൈറ്റും കയറി വരിക സ്കൂളിൽ പഠിക്കാൻ. ഇയൊക്കെ എവിടുന്നാണ്ട വരുന്നത്? ഒരു കലാകാരൻ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഹോബികൾ ഉണ്ടായിരിക്കണം. എനിക്ക് വ്യത്യസ്തമായ ഹോബി ഉണ്ടല്ലോ. എന്താണ് ഹോബി? എന്താണ്? അതായത് വീട്ടിലെ ഫ്ലഗ് ഓൺ ചെയ്ത് വെച്ചിട്ട് അതിന്റെ ഉള്ളിലേക്ക് നാവ് കയറ്റുക. ആ നാവ് പ്ലഗിനകത്തേക്കോ ഓണാക്കി വെച്ചിട്ട് കമ്പി കഷ്ണം കയറ്റി വിട്ടിട്ട് കടിച്ചു പിടിക്കുക. ഇതൊക്കെ എന്റെ വ്യത്യസ്തമായ ഹോബികളാണ്. ഇതൊക്കെയോ? എന്റെ വെറൈറ്റി ഹോബികളാണ്. ഇപ്പോഴും ചെയ്യാറുണ്ടോ? ഇല്ല, ഞാൻ കഴിഞ്ഞ ദിവസം നിർത്തി. വീട്ടിൽ കറണ്ട് കിട്ടി. എടാ, ഒരു സിനിമയിൽ അഭിനയിക്കണമെങ്കിൽ അത്യാവശ്യം അഭിനയിക്കാനുള്ള കഴിവ് വേണം. അതുണ്ടോ? അഭിനയിക്കാനുള്ള കഴിവുണ്ടല്ലോ. അഭിനയിക്കാനുള്ള കഴിവുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഞാൻ നിനക്ക് അഭിനയിക്കാൻ വേണ്ടിട്ട് ഒരു സിറ്റുവേഷൻ തരാം. ഓക്കെ. അതായത് ഈ സിനിമയിലെ നായകൻ ഞാനാണ്. അപ്പൊ ഞാൻ അങ്ങോട്ട് എടാ, നീയാണ് ഈ സിനിമയിലെ വില്ലൻ. ഈ സിനിമയിലെ വില്ലനാണ്. ഞാൻ നായകനാണ്. അപ്പൊ ഞാനും എന്റെ കാമുകിയും കൂടെ ഒരു കാറിൽ ഇങ്ങനെ അടിച്ചു മിനിച്ചൊരു 100-160 സ്പീഡിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ സമയത്ത് പെട്ടെന്ന് നീ വണ്ടിയുടെ മുമ്പിലേക്ക് ചാടി വീഴാണ്, കാറിന് മുന്നിലേക്ക്. അപ്പൊ ഞാൻ വണ്ടി കയറി മരിച്ചു പോവില്ലേ? എടോ, ഇത് സിനിമയാണ്, സങ്കല്പിച്ചാ മതി. ഒന്നും പറ്റൂല. നീ ചാടി വീഴുന്നു, വണ്ടിയുടെ മുന്നിലേക്ക് ചാടി വീണിട്ട് പറയേണ്ട ഡയലോഗാണ്, ഞാൻ കോതണ്ടപാണ റെഡ്ഡേ. പറഞ്ഞ സാധനം ഞാനോ? കടിച്ചാ പൊട്ടാത്ത സാധനം ഞാൻ. എടാ, ആ പറ്റൂല. ഞാൻ വേണേ ഇതിനും ഒരു പഞ്ചുള്ള പേര് പറയാം. പഞ്ചുള്ള പേരെന്താണ്? ഒട്ടക്കണ്ടി ശശി. ഒട്ടക്കണ്ടി ശശി എന്നൊക്കെ സിനിമയിൽ പേരിടാൻ പറ്റൂടോ? പിന്നെ ഇതല്ലാത്ത ഈ പേരെന്നെ പറയണം. പഞ്ചുള്ള പേരാണിത്. എന്നാ പിന്നെ നിങ്ങൾ വായോണ്ട് മ്യൂസിക് വായിക്കാം. മലയാള സിനിമയിലെ ആദ്യത്തെ ആക്ഷൻ സൂപ്പർ സ്റ്റാർ ആരാ? ജയൻ. ജയൻ. അദ്ദേഹത്തെ ഇമിറ്റേറ്റ് ചെയ്തുകൊണ്ട് 2 താരം കൂടി മലയാള സിനിമയിൽ എത്തി. ഇത് ആ 2 താരത്തിനോട്, അത് ഒന്ന് ഭീമൻ രഘു, ഒന്ന് ജഗദീഷ് സാർ. അപ്പൊ ഇവർ രണ്ടുപേരോടും ഞാൻ പറഞ്ഞു, ജയനെ ഇമിറ്റേറ്റ് ചെയ്തുകൊണ്ടാണ് നിങ്ങൾ രണ്ടുപേരും സിനിമയിൽ എത്തിയെന്ന് പറഞ്ഞപ്പോൾ അവര് തർക്കിച്ചു. ഇല്ല, ഒരിക്കലും ഇല്ല എന്ന് പറഞ്ഞു. ഞാനത് പ്രൂവ് ചെയ്ത് കൊടുത്തു. അത് ഇപ്രകാരമാണ്. ആദ്യം ജയന്റെ സംഭാഷണത്തിലേക്ക് കിടക്കാം, അതിനുശേഷം ആക്ഷൻ. ഞാൻ കാണിക്കുന്നത് ആക്ഷനാണ്. ആദ്യം ജയന്റെ സംഭാഷണം. അവിടെ നിൽക്കും. പുള്ളി ഇമിറ്റേറ്റ് ചെയ്യാൻ വളരെ ഈസിയാണ്. ചൂയിങ് എടുത്താൽ നന്നായിട്ട് ചവയ്ക്കുക. അപ്പൊ കറക്റ്റ് ജയനായി. വീട്ടിൽ പോടാ, എടാ വീട്ടിൽ പോകാൻ. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചവച്ച് തുപ്പിയാൽ മതി. ഇനി ഭീമന്റെ ഊരിന്റെ ശബ്ദം. വരണം മിസ്റ്റർ എന്തിയൂടൻ. ഈ പരപൂമനെ പണ്ട് പാലക്കാട് വിക്ടോറിയ കോളേജ് മുതൽ കണ്ണൂർ കോട്ട മൈതാനം വരെ പട്ടിയെ തള്ളുന്നമാര് തള്ളിയതാ. കുറെ കാലമായടാ കൈയും കാലൊക്കെ നടക്കിയിട്ട്. ഇത്രയും പറയും. ലാലേട്ടന്റെ എന്നൊക്കെ വേഷടിയുമായിരിക്കും പോകും. ഇതാണ് എല്ലാ സിനിമകളിലും. ഇനി ജഗദീഷ് ചേട്ടൻ. ചേട്ടൻ കാര്യമായിട്ട് പറഞ്ഞതാണോ എനിക്കിട്ടൊന്ന് താങ്ങിയതാണോ? നിങ്ങൾക്കറിയില്ലല്ലോ. കാക്ക തൂരിയെന്നാ തോന്നുന്നത്, സ്മെല്ലിനെ. ഇത് പോകും. ഇനി ഞാൻ കാണിക്കാൻ പോകുന്ന ആക്ഷനാണ്. ആദ്യം ജയൻ, അല്പം കൂടെ സ്പീഡ് ഭീമന്റെ, കുറച്ചുകൂടി സ്പീഡ് ജഗദീഷ്. ഇത് കാണിച്ചപ്പോ പുള്ളിക്കാരൻ പറഞ്ഞു അല്ലാന്ന് പറഞ്ഞു. കാണിച്ചു കഴിഞ്ഞപ്പോ പുള്ളിയും പറഞ്ഞു നീ പുറത്ത് ആരോടും പറയണ്ട, അത് സത്യം തന്നെയാണ്. ഞാൻ കാണിക്കാം. ആദ്യം ജയൻ, അല്പം കൂടെ സ്പീഡ് ഭീമന്റെ, കുറച്ചുകൂടെ സ്പീഡ് ജഗദീഷ്. റെഡി? കുട്ടികൾക്ക് വളരെ പ്രിയങ്കരനായ ആ മജീഷ്യൻ മുരുകാടിന്റെ ശബ്ദം നമുക്കൊന്ന് കേൾക്കാം. വിഷ്ണു, മാജിക് എന്ന് പറയുന്നത് ഒരു ജാലവിദ്യയാണ്.
റൈറ്റ്. വിഷ്ണു അങ്കിളിന്റെ കൈകളിലേക്ക് നോക്കുക. അങ്കിളിന്റെ കയ്യിൽ 10 രൂപ പോലുമില്ല. റൈറ്റ്. വേണിച്ചേട്ടന്റെ പോക്കറ്റിൽ ഒരു 10 രൂപ. ഇത് അങ്കിൾ വന്നപ്പോഴേ നോട്ടമിട്ടിരുന്നു. വിഷ്ണുവിന്റെ പോക്കറ്റിൽ ഒരു 100 രൂപയുമുണ്ട്. ഇതും അങ്കിൾ നോട്ടമിട്ടിരുന്നു. ഇനിയാണെങ്കിൽ മാജിക് കാണിക്കാൻ പോകുന്നത്. അങ്കിൾ 1, 2 തുടങ്ങി 10 വരെ എണ്ണുമ്പോഴേക്കും ഈ 2 നോട്ടും അടിച്ചു മാറ്റി അങ്കിളിന്റെ കീശയിലാക്കിയിരിക്കും. എന്നിട്ട് ഈ ഫ്ലോർ വിട്ട് ഓടിപ്പോയി ഫുഡ് മുട്ടയും കഴിക്കും. ദിസ് ഇസ് മാജിക്. മാജിക് എന്ന് പറഞ്ഞാൽ ഒരു അടിച്ചു മാറ്റി പ്രക്രിയയാണ്. താങ്ക് യു. പ്രേമൻ തിരുവനന്തപുരത്തുകാരനാണ്. അദ്ദേഹത്തിന് വേറൊരു ശൈലിയാണ്. ഏത് ഡയലോഗ് പറഞ്ഞാലും താല്പര്യമില്ലാത്ത രീതിയിലായിരിക്കും ഡയലോഗ് ഡെലിവറി. ഇപ്പൊ ലൊക്കേഷനിലൊക്കെ വെച്ചിട്ട് ചേട്ടാ ഇന്ന് നല്ല ബിരിയാണി ഉണ്ട്, നിങ്ങൾക്ക് 10 ലക്ഷം രൂപ ലോട്ടറി അടിച്ചെന്ന് കേട്ടല്ലോ. അങ്ങനെ താല്പര്യമില്ലാത്ത രീതിയിൽ ഡയലോഗ് പറഞ്ഞാൽ കറക്റ്റ് പ്രേമൻ ചേട്ടനാവും. പക്ഷേ ആ വട്ടികൊണ്ടുള്ള ഏർപ്പാട് അത്ര ശരിയായില്ല കേട്ടോ. വട്ടികൊണ്ട് സൂക്ഷിക്കുക എന്ന ബോർഡ് വയ്ക്കുന്ന പോലെ ഇവിടെ കൊണ്ടുപറിക്കുന്ന കുട്ടികളുണ്ട് എന്ന് കൂടി എഴുതി വയ്ക്കുന്നത് വളരെ നന്നായിരിക്കും. എന്നാ പിന്നെ ഞാനങ്ങോട്ട് ബിന്ദു പണിക്കർ റെഡി. ഏതാ ശോഭ, എനിക്ക് നിന്നോട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. പണ്ട് ഞാൻ കോളേജിൽ പഠിക്കുമ്പോ എനിക്കായിരുന്നു ക്ലാസ്സിൽ ഫസ്റ്റ്. പക്ഷെ റിസൾട്ട് വന്നപ്പോ ഞാൻ തോറ്റു. അതിന് അവറ്റ മക്കളോട് സ്നേഹമില്ലല്ലോ. താങ്ക് യു. പ്രകാശ് രാജ്. எனக்கு யாரு பண்ற இந்த திருப்பிச்ச போட்டோ பண்ணி பொட்டுங்க. ஒரு கம்ப்யூட்டர் பண்ண கையில வச்சு எனக்கு என்கூடமாடா இதோட கூட தோணக்கோ குடும்பத்துல அத்தனை பாடாடிக்கிற சாவு பண்ணி உடனே தப்பிச்சுக்கடா. செல்லோ I love you നിങ്ങളെ. Thank you. ശ്രീ ജനാർദ്ദന വില്ലൻ കഥാപാത്രമായപ്പോ പുള്ളിയുടെ ശബ്ദം നല്ല ഏട്ടപ്പെട്ട കർത്താവ് ഇട ഈ സ്വീകരിക്കാരുടെ പറഞ്ഞ മഹാശബ്ദങ്ങളാണ്. ഇപ്പൊ കൊമേഡിയൻ ആയപ്പോ ശബ്ദത്തിന് ഒരുപാട് രൂപാന്തരം പ്രാപിച്ചു. കൊമേഡിയൻ ആയപ്പോ ഉള്ള ശബ്ദം വേറെയാണ്. പിടികിട്ടി തങ്കപ്പറന്നടാ.